കഴിഞ്ഞിട്ടും 40 വർഷം കഴിഞ്ഞു. നമ്മുടെ കഥാസാഹിത്യത്തിൻ്റെ ചരിത്രത്തിലും ഒരുപക്ഷെ നമ്മുടെ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ചരിത്രത്തിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി എന്ന് നമുക്ക് അറിയാം. അദ്ദേഹം നിർമ്മിച്ച ഉത്തരായന നമ്മുടെ ചലച്ചിത്ര ഭാവുകത്വത്തെ വഴിതിരിച്ചു വിടുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു രചനയാണ്. അതുപോലെ തന്നെ അതിപ്രസിദ്ധമോ സാർവത്രികമായ ജനപ്രിയതയോ ഒന്നും ഒരിക്കലും കൈവരിച്ചിട്ടില്ലെങ്കിലും പട്ടത്തുള്ളയുടെ കഥാലോകം നമ്മുടെ കഥാസാഹിത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ അഴിച്ചുപണിയുന്നതിന് വഴിയൊരുക്കിയ ഒന്നായിരുന്നു എന്ന് നമുക്കറിയാം. പിൽക്കാലത്ത് രാഷ്ട്രീയ ആധുനികത, പൊളിറ്റിക്കൽ മോഡേണിസം എന്നൊക്കെ നാം സാർവത്രികമായി പറഞ്ഞു പോന്നിരുന്ന ഭാവുകത്വപരമായ സവിശേഷതകൾക്ക് തുടക്കം കുറിച്ച ഒരാളായിട്ട് പട്ടത്തുള്ളയെ നാം ഇന്നും മനസ്സിലാക്കുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ പറയാം എന്ന് കരുതുന്നു. പട്ടത്തുള്ളയെ നാം ഇന്ന് ഓർക്കുന്നത് ആ സ്മരണ 10 പ്രഭാഷണങ്ങളായി 1 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കഥാസാഹിത്യത്തെ, സർഗാത്മക ജീവിതത്തെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു അവസരമായി ഈ ജന്മശതാബ്ദിയെ ഉപയോഗപ്പെടുത്തുന്നത് എത്രയും ഉചിതമായ ഒരു ആദരാർപ്പണമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു എഴുത്തുകാരിയോ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരം, പുരസ്കാരങ്ങളെക്കാളൊക്കെ വലിയ ഒരു അംഗീകാരം, അവരുടെ രചനകൾ സൂക്ഷ്മമായി വായിക്കപ്പെടുകയും അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പുതിയ വെളിച്ചങ്ങൾ വായനയിലൂടെ കടന്നു വരികയും ഒക്കെ ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള വായനകളാണ് പലപ്പോഴും വലിയ എഴുത്തുകളെ സൃഷ്ടിക്കുക പോലും ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. ഇപ്പൊ മലയാളത്തെ സംബന്ധിച്ചെടുത്താൽ ഏതെല്ലാമോ മാസികകളിൽ ആരും കാണാതെ കിടന്നിരുന്ന, മിക്കവാറും പേർ അറിയുക പോലും ചെയ്തിട്ടില്ലാത്ത ലേഖനങ്ങൾ സിറോക്സ് കോപ്പി ഒന്നുമില്ലാത്ത കാലത്ത് കൈകൊണ്ട് പകർത്തിയെടുത്ത് എത്രയോ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് പ്രൊഫസർ M.N. വിജയൻ കേസരി ബാലകൃഷ്ണപിള്ളയുടെ സാഹിത്യ വിമർശനങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. 7-8 വർഷക്കാലത്തെ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ആ സമർപ്പണ ബുദ്ധി കൊണ്ട് മാത്രമാണ് കേസരി ബാലകൃഷ്ണപിള്ള പിൽക്കാലത്ത് തുടർന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ലേഖനങ്ങളായി അവിടെ ചിതറിക്കിടക്കുന്ന ഈ കൃതികളൊന്നും പൊതുസമൂഹത്തിന് ലഭ്യമാവുമായിരുന്നില്ല. കേസരി എന്ന വിദൂരമായൊരു പേര് അങ്ങനെ കിടക്കുന്നതല്ലാതെ അത് നമ്മുടെ സാമൂഹ്യാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി മാറുകയും ചെയ്യുമായിരുന്നില്ല. പട്ടത്തുള്ളയെ സംബന്ധിച്ച് നമുക്കത് പറയാൻ കഴിയും. ഈ 10 പ്രഭാഷണങ്ങൾ, 1 വർഷം നീണ്ടു നിൽക്കുന്ന ആലോചനകൾ, നാനാതരത്തിലുള്ള സംവാദങ്ങൾ, ഇതെല്ലാം ചേർന്ന് മലയാള കഥയെക്കുറിച്ചും അതിൽ പട്ടത്തുള്ള വഹിച്ച സവിശേഷമായ പങ്കിനെ കുറിച്ചും പുതിയ ഒരുപാട് തെളിച്ചങ്ങൾ തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു എന്നത് എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായി വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. നാം ഇവിടെ ഒരു നിമിഷം സാനുമാഷെ ഓർത്ത് മൗനം ആചരിച്ചാണ് ഇതിലേക്ക് കടന്നത്. സാനുമാഷെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഓർക്കുന്നതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. സാനുമാഷ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ പട്ടത്തുള്ള അടക്കമുള്ള ആളുകൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഭാവുകത്വപരമായ ഒരു ലോകത്തോട് സംവാദ സന്നദ്ധത പുലർത്തുകയും മോഡേണിസം എന്ന് വിളിക്കപ്പെട്ട ആധുനികതാ പ്രസ്ഥാനമെന്നോ ആധുനികതാവാദമെന്നോ ഒക്കെ മലയാളത്തിൽ പരാമർശിക്കപ്പെടുന്ന സാഹിത്യ ഭാവുകത്വത്തോട് ഏറ്റവും അധികം സംവാദ സന്നദ്ധത പുലർത്തുകയും ചെയ്ത ഒരാളായിരുന്നു സാനുമാഷ്, പ്രത്യേകിച്ചും ഇടതുപക്ഷത്ത് നിന്ന്. കാരണം ഇടതുപക്ഷവും ആധുനികതാ പ്രസ്ഥാനവും തമ്മിലുള്ള സംവാദം പലപ്പോഴും പരസ്പര വിരുദ്ധമോ ശത്രുതാപരമോ ഒക്കെ ആയിത്തീർന്ന ഒരു കാലം ഉണ്ട്.
ആ കാലത്ത് അതുമായി ബന്ധപ്പെട്ട കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. തായാട്ട് അയ്യപ്പ പണിക്കരെ വിമർശിച്ചുകൊണ്ട് എഴുതിയ കൃതികളായാലും ആധുനികതാ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള പൊതുവായ അക്കാലത്തെ വിമർശനങ്ങളായാലും ഒക്കെ ഇത് രണ്ട് ധാരകളാണ് എന്നും ഇതിനൊരു ഇടയിൽ ഒരു സംവാദ സാധ്യത ഇല്ല എന്നും ഒക്കെ കരുതിയിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്താണ് സാനുമാഷിയുടെ സാഹിത്യ ജീവിതം വളരെ സഫലമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് തന്നെ അയ്യപ്പ പണിക്കരും എം ഗോവിന്ദനും പട്ടത്തുവിളയും പി കെ ബാലകൃഷ്ണനും ഒക്കെ അടങ്ങുന്ന അന്നത്തെ വലിയ എഴുത്തുകാർക്കൊപ്പം സംവാദാത്മകമായി വിനിമയത്തിൽ ഏർപ്പെടാനും അവരുടെ വാദഗതികളെ അതേപടി സ്വീകരിച്ചുകൊണ്ടൊന്നും അല്ലെങ്കിലും സാഹിത്യ സംബന്ധമായ ഒരു സമകാലികത എപ്പോഴും നിലനിർത്താനും കഴിഞ്ഞ ഒരാൾ കൂടിയായിരുന്നു സാനുമാഷ്. ഒരുപക്ഷെ ഇടതുപക്ഷപരമായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് മോഡേണിസത്തോട് അത്രമേൽ ഉദാരമായ ഒരു വീക്ഷണം വച്ചു പുലർത്തിയ മറ്റൊരു നിരൂപകനെ നമുക്ക് ആ കാലത്ത് കാണാൻ കഴിയില്ല. പിൽക്കാലത്ത് മോഡേണിസത്തെ കുറിച്ചുള്ള ധാരണകളിൽ കുറെ കൂടി മാറ്റം വന്നു, അയവ് വന്നു. പൊളിറ്റിക്കൽ മോഡേണിസം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായി. പുരോഗമന രാഷ്ട്രീയത്തിനും മോഡേണിസത്തിനും തമ്മിലുണ്ട് എന്ന് കരുതുന്ന വൈരുദ്ധ്യങ്ങൾ വാസ്തവത്തിൽ അത്ര പ്രധാനമല്ല എന്ന നിലയിലേക്ക് പുതിയ വീക്ഷണങ്ങൾ വികസിച്ച് വരികയും ചെയ്തു. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്തും മോഡേണിസത്തോട് സംവാദാത്മകമായ സന്നദ്ധത, വിനിമയ ശേഷി പുലർത്തിയ ഒരാൾ എന്ന നിലയിൽ കൂടി സാനുമാഷിന്റെ നിരൂപണ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാനുമാഷെ നമ്മൾ ഒരു നിരൂപകൻ എന്ന നിലയിൽ മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിലും ജീവചരിത്രകാരൻ എന്ന നിലയിലും സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ സന്നദ്ധത നിരന്തരം പ്രദർശിപ്പിച്ചിരുന്ന ഒരു കാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം നിലനിൽക്കെ തന്നെ ഈ പറയുന്ന സവിശേഷമായ ഒരു സാങ്കത്യം പട്ടത്തുള്ളയുടെ ഓർമ്മയോടൊപ്പം ചേർത്ത് സാനുമാഷെ ഓർക്കുന്നതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ വിനീതവും മഹിതവും ഉദാരവുമായ സ്നേഹാനുഭാവം അറിയാനിടവന്ന് എല്ലാവരെ സംബന്ധിച്ചും മനുഷ്യ മഹത്വത്തിന്റെ ഒരു ആകരമായി ജീവിച്ച ഒരാളാണ് സാനുമാഷ് എന്നതിൽ സംശയം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുകൂടി ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയാം എന്നാണ് കരുതുന്നത്. പട്ടത്തുവിള 1925 ജനിച്ച് 60 വർഷക്കാലം മാത്രം ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായി നമുക്കിപ്പോ ലഭ്യമായിട്ടുള്ളത് ഏതാണ്ട് അവസാനത്തെ അഭിനവ കഥകൾ എന്ന പേരിൽ DC ബുക്സ് കഴിഞ്ഞ 2 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച സമാഹാരത്തിൽ 72 കഥകളാണ് അദ്ദേഹത്തിൻ്റെതായി നമുക്കുള്ളത്. 6 സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പല കാലങ്ങളിൽ പുറത്തു വന്നു. 1957 പുറത്തു വന്ന കണ്ണേ മടങ്ങുക എന്ന സമാഹാരം മുതൽ 1991 പ്രസിദ്ധീകൃതമായ അദ്ദേഹത്തിന്റെ മരണാനന്തരം പുറത്തു വന്ന കോഴിക്കോട് ബോധി ബുക്സ് പ്രസിദ്ധീകരിച്ച ബലി എന്ന സമാഹാരം ഉൾപ്പെടെ 6 സമാഹാരങ്ങളിലായിട്ട് ലഭ്യമായ 72 കഥകളാണ് ഇപ്പോ നമുക്ക് മുമ്പിലുള്ളത്. ഞാൻ ശ്രീ RS ബാബു എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ 100-ലധികം കഥകൾ ആകെയുണ്ട്. കൗമുദി പത്രത്തിലും വാരികയിലും ഒക്കെ അദ്ദേഹം എഴുതിയ കഥകൾ പലതും സമാഹരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അവ കൂടി ചേർത്ത് വിപുലമായ ഒരു കഥാ ലോകം അദ്ദേഹത്തിൻ്റെതായുള്ളത് ഈ ശതാബ്ദിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ശ്രീ ബാബു എന്നോട് പറഞ്ഞത്. എന്തായാലും ഈ 72 കഥകൾ കൊണ്ട് തന്നെ മലയാളത്തിലെ ആധുനികതയ്ക്കുള്ളിൽ സവിശേഷമായ ഒരു സ്വരം രൂപപ്പെടുത്താനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെ മോഡേണിസം ഏതാണ്ട് 60കളിലും 70കളിലും ആരംഭിക്കുകയും 2-3 പതിറ്റാണ്ട് കാലം മലയാള ഭാവുകത്വത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്ത ഒന്നായിരുന്നു മോഡേണിസം എന്ന് വിളിച്ചു പോരുന്ന ആധുനികതാവാദമെന്നോ ആധുനികതാ പ്രസ്ഥാനമെന്നോ ഒക്കെ നാം വിളിക്കുന്ന സാഹിത്യ പ്രവണത. ഈ സാഹിത്യ പ്രവണതയുടെ ഒരു സവിശേഷ ശാഖയിലെ വലിയ പ്രതിനിധിയായിട്ടാണ് പട്ടത്തുവിള പൊതുവെ വിലയിരുത്തപ്പെടാറ്. സാഹിത്യ ചരിത്രപരമായി പൊളിറ്റിക്കൽ മോഡേണിസം, രാഷ്ട്രീയ ആധുനികത, ചിലരതിനെ ഉച്ച ആധുനികത എന്നുമൊക്കെ വിളിച്ചു പോരാറുണ്ട്.
ഈ പൊളിറ്റിക്കൽ മോഡേണിസത്തിന്റെ മലയാള കഥയിലെ ഏറ്റവും വലിയ പ്രതിനിധികളായി പരാമർശിക്കപ്പെടാറുള്ള 4 പ്രധാന പേരുകൾ, ഒന്ന് പട്ടത്തുള്ളയുടേതും പിന്നീട് എം സുകുമാരൻ, UP ജയരാജ്, PK നാണു എന്നിവരുടേതുമാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും കാലഗണനാപരമായി നോക്കിയാൽ പട്ടത്തുള്ള ആധുനികതാ പ്രസ്ഥാനം വികസിച്ചു വരുന്നതിനൊക്കെ മുമ്പ് തന്നെ അതിലേക്ക് കാലൂന്നിക്കഴിഞ്ഞൊരു കഥാകൃത്തായിരുന്നു എന്ന് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ രചനാ ജീവിതം 1950കളിൽ ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സമാഹാരം 57 വരുന്നു. വളരെ പ്രധാനപ്പെട്ട ബൂർഷ്വാ സ്നേഹിതൻ എന്ന സമാഹാരം 58 വരുന്നു. കടപ്പാക്കട ക്ലബാണ് അത് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആദ്യ പതിപ്പായി. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമാഹാരമാണ്. 50കൾ എന്ന് പറയുന്നത് പൊതുവിൽ നവോത്ഥാന ഭാവനയുടെ സ്വാധീനം തീർത്തും പിൻവാങ്ങിയിട്ടില്ലാത്തൊരു കാലമാണ്. 57 ഖസാക്കിന്റെ ഒരധ്യായം കഥാരൂപത്തിൽ അപ്പുക്കിളിയെ കുറിച്ചുള്ള അധ്യായം വിജയൻ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിലും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ 1940കൾ മുതൽ മലയാള സാഹിത്യത്തിൽ, കഥാസാഹിത്യത്തിൽ വലിയ മേൽക്കൈ നേടിയ നവോത്ഥാന സാഹിത്യത്തിന്റെ ഭാവനയുടെ പിടിമുറുക്കം വളരെ ശക്തമായിരിക്കുന്ന കാലമാണ് 50കൾ എന്ന് പറയാം. ദേവും തകഴിയും ബഷീറും പൊൻകുന്നം വർക്കിയും ലളിതാംബികയും കാരൂരും ഒക്കെ കഥാലോകത്ത് സജീവമായി നിൽക്കുന്ന, സാമൂഹികമായ പ്രമേയങ്ങളെ മാനുഷികമായ ഒരു വികാര വായ്പോടെ അവതരിപ്പിക്കുന്ന, വിവരണപരമായ ഒരു ആഖ്യാന രീതിക്ക് പൊതുവിൽ മേൽക്കൈയുള്ള ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും പോലെയും അല്ലെങ്കിൽ ഉമ്മാച്ചു പോലെയും ഒക്കെയുള്ള കൃതികൾ പതിയെ പതിയെ രൂപപ്പെട്ടു വരുന്ന ഒരു കാലയളവാണ് 50കൾ എന്ന് പറയുന്നത്. മോഡേണിസത്തിന്റെ മലയാളത്തിലെ ഏറ്റവും പ്രഖ്യാതമായ രചന 69ലാണ് പുറത്തു വരുന്നത്, ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിനോളം മോഡേണിസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആധുനികതാ പ്രസ്ഥാനത്തിന്റെ മനുഷ്യ സങ്കല്പത്തെ മറ്റൊരു നിലയിൽ ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട ഒരു കൃതിയും അതേ വർഷം പുറത്തു വന്നു. അത് MTയുടെ കാലമാണ്. കാലവും 69ലാണ് പുറത്തു വരുന്നത്. അങ്ങനെ നോക്കിയാൽ 1950കൾ എന്ന് പറയുന്നത് മലയാളത്തിൽ മോഡേണിസ്റ്റ് ഭാവുകത്വം അത്ര ആഴത്തിലൊന്നും വേരുപിടിച്ചു തുടങ്ങിയിട്ടില്ലാത്ത, ഒരുപക്ഷെ നവോത്ഥാന ഭാവനയിൽ നിന്ന് വ്യക്തിയുടെ ആന്തരികതയിലേക്കും അതിൻ്റെ അന്തസംഘർഷങ്ങളിലേക്കുമുള്ള തിരിഞ്ഞു നോട്ടം പതിയെ പതിയെ ആരംഭിക്കുന്ന ഒരു കാലമാണ്. ആ തിരിഞ്ഞുനോട്ടം അന്ന് മുഖ്യമായിട്ടും 2-3 പേരിലൂടെയാണ് നടക്കുന്നത്. ഒന്ന് MT വാസുദേവൻ നായരാണ്, മറ്റൊന്ന് കാൽപ്പനികമായ ഒരു ഭാവുകത്വ പരിസരത്ത് നിലയുറപ്പിച്ചുകൊണ്ട് T പത്മനാഭനാണ്. 3 നവോത്ഥാന ഭാവനയുടെ പ്രത്യക്ഷ രൂപങ്ങളെ നിരാകരിച്ചുകൊണ്ട് മനുഷ്യപ്രകൃതത്തെ സംബന്ധിക്കുന്ന സൂക്ഷ്മാന്വേഷണങ്ങളിലേക്ക് തിരിയുന്ന ഒരാള് മാധവിക്കുട്ടിയാണ്. പക്ഷെ അവരൊന്നും തന്നെ പിൽക്കാലത്ത് വികസിച്ചു വരാനിരിക്കുന്ന മോഡേണിസത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തിലേക്കോ അതിന്റെ സൗന്ദര്യശാസ്ത്രപരമായ തലങ്ങളിലേക്കോ 50കളിൽ കടക്കുന്നതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ പട്ടത്തുള്ളയുടെ കഥകൾ ഈ 50കളിൽ തന്നെ ആധുനികതാ പ്രസ്ഥാനം പിൽക്കാലത്ത് കൊണ്ടുവരുന്ന പല പ്രവണതകളെയും പൂർവദർശനം ചെയ്യുകയും അതിനെ തന്നെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആധുനികതയുടെ ആദ്യത്തെ പ്രധാന രചനയായി പലരും പറയാറുള്ള അദ്ദേഹത്തിന്റെ സത്യാന്വേഷണം എന്ന കഥ തന്നെ 60കളുടെ തുടക്കത്തിൽ വന്നു. സത്യാന്വേഷണം എന്ന കഥയിലാണ് മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതായി രൂപാന്തരപ്പെടുത്തുന്നത് പ്രധാനമായി. അപ്പോഴും നമ്മുടെ കഥയില് പൊളിറ്റിക്കൽ മോഡേണിസം അത്ര പ്രബലമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ മോഡേണിസം എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രവണത, കലാപ്രവണത, അത് മലയാളത്തിൽ വേരുപിടിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം ഒന്നിന്റെ സൂചനകളെ ഉൾക്കൊള്ളുകയും അതിലേക്ക് തൻ്റെ കഥയെ
കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത, അതുവഴി ഭാവുകത്വപരമായ ഒരു വഴിത്തിരിവിന്റെ ആദ്യ അടയാളങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഒരാളായിരുന്നു പട്ടത്തുപിള്ള എന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരു ചോദ്യം പ്രധാനമായിട്ടുണ്ട്. അതായത്, എന്താണ് ഈ മോഡേണിസം എന്ന് പറയുന്നത്? ആധുനികത എന്ന് നാം സാധാരണ പറഞ്ഞു പോരുന്ന, കുറച്ചുകൂടി കൃത്യമായ അർത്ഥത്തിൽ ആധുനികതാ പ്രസ്ഥാനമെന്നോ ആധുനികതാവാദമെന്നോ ഒക്കെ പറയാവുന്ന സാഹിത്യ സാംസ്കാരിക പ്രവണതയുടെ ഉള്ളടക്കം എന്താണ്? പലരും കരുതുന്നത് പോലെ അതൊരു ധാരാളമായി വിമർശിക്കപ്പെട്ടതുപോലെ അതൊരു രാഷ്ട്രീയ ജീർണത മാത്രമായിരുന്നോ? അത്തരം ഒരു വിമർശനം മോഡേണിസം വലിയ തോതിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ മോഡേണിസത്തിനെതിരായ ഏറ്റവും നിശിതമായ വിമർശനങ്ങളിൽ ഒന്ന് തായാട്ട് ശങ്കരന്റെ ആധുനിക കവിതയുടെ ജീർണമുഖം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ അയ്യപ്പ പണിക്കർക്കെതിരായ വിമർശനമാണ്. എന്തായിരുന്നു മോഡേണിസം വാസ്തവത്തിൽ? ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രയാസം, കേരളത്തിൽ മോഡേണിസത്തെ കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെട്ടത് മോഡേണിസ്റ്റ് സാഹിത്യത്തെ മുൻനിർത്തി എന്നതിനേക്കാൾ മോഡേണിസ്റ്റ് സാഹിത്യത്തെ കുറിച്ചുള്ള നിരൂപക ധാരണകളെ മുൻനിർത്തിയാണ്. പ്രത്യേകിച്ച് കെ പി അപ്പനും പി രാജകൃഷ്ണനും ആശാമേനോനും നരേന്ദ്രപ്രസാദും ഒക്കെ ഉൾപ്പെടുന്ന അന്നത്തെ ഒരു നിരൂപക വൃന്ദം മോഡേണിസത്തെ അവതരിപ്പിച്ച രീതിക്കുള്ളിൽ വച്ചാണ് മോഡേണിസത്തെ നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് കൃതികൾ വായിച്ച് കൃതികളിലൂടെ മോഡേണിസത്തെ മനസ്സിലാക്കുന്നതിന് പകരം മിക്കവാറും ആ കൃതികളെ കുറിച്ചുള്ള വിമർശക ധാരണകളെ മുൻനിർത്തിയിട്ട് മോഡേണിസത്തെ കുറിച്ചുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചേരുകയുണ്ടായി. അതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേണിസത്തെ കുറിച്ച് ഇവർ രൂപപ്പെടുത്തിയ സവിശേഷമായ വീക്ഷണം, അത് ഞാൻ ആകമാനം തെറ്റാണെന്ന് പറയല്ല, പക്ഷെ ഒരു വീക്ഷണമാണ്. ആ വീക്ഷണം മോഡേണിസത്തിന്റെ ആകത്തുകയാണ് എന്ന് വരികയും ധരിക്കാനിടവരികയും, മോഡേണിസം എന്നത് ജീവിത നിരാസത്തിന്റെ, അസ്തിത്വ വ്യഥയുടെ, അല്ലെങ്കിൽ മൃത്യുന്മുഖതയുടെ, അർത്ഥശൂന്യതയുടെ, അരാജകത്വത്തിന്റെ മാത്രം ആവിഷ്കാരമാണ് എന്ന നിലയിലുള്ള ഒരു ധാരണ അന്നുണ്ടാവുകയും ചെയ്തു. നവോത്ഥാന സാഹിത്യത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം വളരെ ശക്തമായിരുന്ന ഒരു വായനാ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് മോഡേണിസ്റ്റ് കൃതികൾ 60കളിൽ വന്നു വീണത് എന്നതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധമായ ഒരു പ്രവണതയാണ് ഇതിനുള്ളിലുള്ളത് എന്ന ഒരു കാഴ്ചപ്പാടിന് അന്ന് കുറെ കൂടി പ്രാബല്യം കിട്ടുകയും ചെയ്തു. വാസ്തവത്തിൽ ഇതിലുള്ള ഒരു വലിയ വൈരുദ്ധ്യം, മോഡേണിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരൊറ്റ പ്രവണതയല്ല. ഞാൻ അതിന്റെ മുഴുവൻ ചരിത്രമൊന്നും പറയാൻ ഇപ്പൊ മുതിരുന്നില്ല. 19ാം നൂറ്റാണ്ട് അവസാനത്തോടെ യൂറോപ്പിൽ വികസിച്ചു വന്ന ബൂർഷ്വാ ആധുനികതയ്ക്കുള്ളിലെ പ്രതിസന്ധികളാണ് മോഡേണിസ്റ്റ് കലാപ്രവണതകളായി പല രൂപത്തിൽ വന്നത്. ഇംപ്രഷനിസം പോലുള്ള ചിത്രകലാ പ്രസ്ഥാനങ്ങൾ, പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ക്യൂബിസവും സർറിയലിസവും പോലുള്ള പ്രസ്ഥാനങ്ങൾ, അബ്സൈഡിസവും എക്സ്പ്രഷനിസവും പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ പല രൂപത്തിൽ ആധുനികത എന്ന് നാം വിളിച്ചു പോരുന്ന മുതലാളിത്ത വ്യാവസായിക ആധുനികത ജന്മം നൽകിയ അടിസ്ഥാന ജീവിത പ്രമാണങ്ങളെ പിടിച്ചൊലച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടും കലയിലും സാഹിത്യത്തിലും പ്രത്യക്ഷപ്പെട്ട പ്രവണതകളെയാണ് നാം ആകമാനം ചേർത്ത് മോഡേണിസം എന്ന് പറഞ്ഞു പോരുന്നത്. വാസ്തവത്തിൽ മോഡേണിസം എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് വ്യാവസായിക മുതലാളിത്തത്തിന്റെയും മുതലാളിത്ത ആധുനികതയുടെയും അതുണ്ടാക്കിയ വ്യക്തി സങ്കല്പത്തിന്റെയും പുരോഗതി ബോധത്തിന്റെയും രാഷ്ട്രസങ്കല്പത്തിന്റെയും ഒക്കെ പ്രതിസന്ധികളിൽ നിന്നുകൂടി പിറവിയെടുത്തതാണ്. അതല്ലാതെ ആ കൃതികൾക്കുള്ളിലുള്ള പ്രമേയം മാത്രമല്ല. ആ പ്രമേയത്തിന് പിന്നിൽ സാമൂഹികവും ചരിത്രപരവുമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇപ്പൊ മോഡേണിസത്തെ ചൊല്ലി, മോഡേണിസത്തെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രവണതകൾ മോഡേണിസത്തിന്റെ ലോകചരിത്രത്തിലുണ്ട്. ഇപ്പോ മോഡേണിസ്റ്റുകളിൽ ഒരു വിഭാഗം ഫാസിസ്റ്റുകളായി, എലിയറ്റിന്റെ ഗുരുവായും ആധുനിക ലോക കവിതയുടെ പ്രധാനപ്പെട്ട പ്രതിനിധിയായും മാറിയ എസ്രാ പൗണ്ട്, അദ്ദേഹം ബ്രിട്ടീഷ് കവിയായിരുന്നു, ഇമേജിസ്റ്റ് കവിതയുടെ വലിയ അവതാരകനായിരുന്നു.
അദ്ദേഹം പക്ഷേ തന്റെ ജന്മനാട് ഉപേക്ഷിച്ച് ജർമ്മനിയിൽ ചെന്ന് ഹിറ്റ്ലറുടെ പ്രചാരകനായി മാറിയ ഒരാളാണ് എസ്രാ പൗണ്ട്. എസ്രാ പൗണ്ടാണ് എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എഡിറ്റ് ചെയ്യുകയും അതിദീർഘമായി അദ്ദേഹം എഴുതിയ വേസ്റ്റ് ലാൻഡിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് നാം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്നത് എസ്രാ പൗണ്ടാണ്. വലിയ കവിയാണ്, പക്ഷെ അദ്ദേഹം ഫാഷിസത്തിലേക്കാണ് ചെന്ന് ചേർന്നത്. അതുപോലെ മോഡേണിസത്തിന്റെ ചരിത്രത്തിലെ വലിയ പ്രസ്ഥാനങ്ങളിലൊന്നായ കേസരി ബാലകൃഷ്ണപിള്ളയൊക്കെ വലിയ ആദരവോടെ ഉയർത്തി കാണിച്ച ഫ്യൂച്ചറിസം, കേസരിയുടെ നവലോകം എന്ന കൃതിയില് കേരളീയ കലകളും ഫ്യൂച്ചറിസവും എന്ന പേരിൽ കേരളത്തിൽ വികസിച്ചു വരേണ്ട ഫ്യൂച്ചറിസ്റ്റ് പ്രവണതകളെ കുറിച്ച് എഴുതുന്നുണ്ട്. ആ ഫ്യൂച്ചറിസത്തിന്റെ അവതാരകനും അതിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ സാഹിത്യ ചിന്തകനുമായ മാരിനെറ്റി, അദ്ദേഹം ഇറ്റലിയില് ഫാസിസത്തോടൊപ്പമായിരുന്നു. അക്കാലത്ത് വലിയ തത്വചിന്തകനായിരുന്ന അസ്തിത്വ ചിന്തയുടെ വലിയ പ്രതിനിധിയായി മാറിയ നമ്മുടെ അസ്തിത്വവാദ ചർച്ചകളിലും ആധുനികതാവാദ ചർച്ചകളിലും ഒക്കെ ധാരാളമായി ഒരു കാലത്ത് പരാമർശിക്കപ്പെട്ടിരുന്ന മാർട്ടിൻ ഹൈദഗർ ജർമ്മനിയില് ഹിറ്റ്ലറുടെ ഭരണത്തിന് കീഴിൽ നാസികൾക്ക് പിന്തുണ നൽകുന്ന നിലയിലും അവരുടെ ഭരണത്തിന് കീഴിൽ സർവകലാശാലയുടെ ഉയർന്ന പദവികൾ വഹിക്കുന്ന ഒരാളുമായിട്ടും ഒക്കെ നിലകൊള്ളുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഫാഷിസത്തോട് ചേർന്ന് പോയ ഒരു ധാര മോഡേണിസത്തിനകത്ത് ഉള്ളപ്പോ തന്നെ മറുഭാഗത്ത് പബ്ലോ നെരൂദയെ പോലുള്ള ആളുകളുണ്ട്, ഒക്ടോവിയോ പാസിനെ പോലുള്ള ആളുകളുണ്ട്, സെസാർ വൈഹോവിനെ പോലുള്ള ആളുകളുണ്ട്. അങ്ങനെ മാർക്സിസ്റ്റുകളായ ബർട്ടോൾഡ് ബ്രെറ്റിനെ പോലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ മൈക്കോസ്കിയെ പോലുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാശ്ചാത്യ ആധുനികതയുടെ ഉള്ളിൽ, പാശ്ചാത്യ ആധുനികത എന്ന് ഞാൻ പറയുന്നത് മുതലാളിത്ത ആധുനികതയുടെ സാമൂഹ്യ ഭൗതിക ഘടനയ്ക്കുള്ളിൽ 19-ാം നൂറ്റാണ്ട് അവസാനത്തോടെ രൂപപ്പെട്ടു വന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയാണ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ കലയിലും സാഹിത്യത്തിലും ഭിന്ന രൂപങ്ങളിൽ തെളിഞ്ഞു വന്നത്. ആ പ്രതിസന്ധി ഒരു ഭാഗത്ത് അക്കാലത്തെ മനുഷ്യരെ മുതലാളിത്തത്തെ മറികടക്കുന്ന ഒരു സാമൂഹ്യ വിപ്ലവം എന്ന ആശയത്തിലേക്കാണ് കൊണ്ടുപോയതെങ്കിൽ, മറുഭാഗത്ത് ഈ പ്രതിസന്ധി അങ്ങേയറ്റം ആദർശാത്മകമെന്ന് അവർ കരുതിയ ഒരു ഫാസിസ്റ്റ് പ്രവണതയിലേക്ക് മറ്റൊരു കൂട്ടം കവികളെയും എഴുത്തുകാരെയും കൊണ്ടുപോകണ്ടായി. അതുകൊണ്ട് ആധുനികതയുടെ പ്രതിസന്ധി ഒറ്റ വഴിക്കല്ല വികസിച്ചത്. അതൊരു ഭാഗത്ത് ഫാഷിസത്തിലേക്കും ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് വിമർശന ബോധത്തിലേക്കും ഇതിനിടയിൽ രണ്ടു പക്ഷവും ചേരാത്ത നിലപാടുകളിലേക്കും ഒക്കെ വഴിതിരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് മോഡേണിസം എന്ന് പറയുമ്പോൾ ഒരൊറ്റ അച്ചിൽ വാർത്തെടുത്ത ഒരേയൊരു പ്രവണതയാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. തമ്മിൽ പോരടിക്കുന്ന ധാരാളം വീക്ഷണഗതികൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. വിപുലമായ അർത്ഥത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂടാരം കൂടിയായിട്ടാണ് മോഡേണിസം നിലവിൽ വന്നത്. ഇങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ മോഡേണിസത്തെ അത് കൈകാര്യം ചെയ്യുന്ന സാഹിത്യ പ്രമേയങ്ങളെ മുൻനിർത്തിയോ അത് പറയുന്ന ആശയങ്ങളെ മുൻനിർത്തിയോ മാത്രം മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടെ നാഗരികമായ ഒരു വൻ പ്രതിസന്ധിയുടെ ഉൽപ്പന്നം എന്നതിന് പകരം വ്യക്തിപരമായ അരാജക വാസനകളുടെ ഉൽപ്പന്നം എന്ന നിലയിലേക്ക് നാം അതിനെ ചുരുക്കി എഴുതും. അങ്ങനെ ചുരുക്കി എഴുതുമ്പോൾ ഒരു കലാപ്രസ്ഥാനത്തിന്റെ രൂപപ്പെടലിന് പിന്നിലുള്ള ചരിത്രപരവും ഭൗതികവും രാഷ്ട്രീയവുമായ ഉള്ളടക്കം കാണാതെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിൽ തന്നെ ഈ വൈരുദ്ധ്യമുണ്ട്. ഇപ്പൊ മോഡേണിസത്തോട് ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിൽ അന്ന് വലിയ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന ലൂക്കാച്ചിനോടൊപ്പമുള്ള ഒരു വിഭാഗം മാർക്സിസ്റ്റ് ചിന്തകരും മോഡേണിസം ബൂർഷ്വാ ജീർണതയുടെ ഒരു പ്രതിഫലനമാണ് എന്ന നിലയ്ക്ക് വാദിച്ചപ്പോ ബർട്ടോൾഡ് ബ്രെത്തിനെയും വാൾട്ടർ ബെഞ്ചമിനെയും ഒക്കെ പോലുള്ള ആളുകൾ തിരിച്ച് പുതിയ ഒരു കാലത്തിന്റെ ക്രൈസിസ് ആണ്, ചെതറിത്തെറിച്ച കാലത്തിന്റെ ക്രൈസിസ് ആണ് മോഡേണിസ്റ്റ് കലയായി മാറിയതെന്നും അതിലെ രൂപപരീക്ഷണങ്ങളും അതിലെ ഭാവുകത്വപരമായ സംഘർഷങ്ങളും ഒക്കെ വാസ്തവത്തിൽ ബൂർഷ്വാ നാഗരികതയ്ക്കുള്ളിലെ പ്രതിസന്ധികളിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്ന് വാദിച്ച്, പ്രത്യേകിച്ചും കാഫ്കയ്ക്ക് വേണ്ടിയുള്ള വലിയ ന്യായവാദം ഉയർത്തിക്കൊണ്ടാണ് ബ്രെറ്റും അതുപോലെ വാൾട്ടർ ബെഞ്ചമിനും ഒക്കെ നിലകൊണ്ടത്. ഞാൻ ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് മോഡേണിസം വളരെ സംവാദാത്മകമായ ഒരു സംസ്കാര സൗന്ദര്യ മണ്ഡലമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കാനാണ്. അത് ചരിത്രത്തിൽ വേറുള്ള
സാമൂഹികമായ അടിസ്ഥാനങ്ങളുള്ള ഒന്നാണ്. അല്ലാതെ ഗനയെ പോലെയോ സാർത്രനെ പോലെയോ കമ്മ്യൂനെ പോലെയോ അല്ലെങ്കിൽ അന്ന് എഴുതിക്കൊണ്ടിരുന്ന മറ്റു ചില ആളുകളെ പോലെ കുറെ പേരുടെ മനസ്സിൽ തോന്നിയ ഒരു വിഭ്രമത്തിന്റെ ഉൽപ്പന്നം അല്ല, മറിച്ച് ചരിത്രത്തിൽ വേരുള്ള ഒന്നാണ്. ഈ ചരിത്രത്തിലെ വേര് എങ്ങനെയാണ് കലയിൽ തെളിഞ്ഞത് എന്ന് ചോദിച്ചാൽ പല നിലക്കാണ്. ഇപ്പോ സിഗ്മണ്ട് ബൗമൻ എന്നു പേരായ ഒരു ചിന്തകൻ, അദ്ദേഹം മാർക്സിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് പറയുന്ന മനോഹരമായ ഒരു നിരീക്ഷണം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മുതലാളിത്ത വളർച്ച, മൂലധനത്തിന്റെ പടപ്പാച്ചിൽ ഉണ്ടാക്കാനിരിക്കുന്ന വമ്പിച്ച മാറ്റത്തെ സംഗ്രഹിച്ചുകൊണ്ട് മാർക്സ് എഴുതിയ ഒരു മനോഹരമായ മെറ്റഫർ ഉണ്ട്. അദ്ദേഹം എഴുതുന്നത് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായി തീരും, എല്ലാ അതിരുകളും മായും, എല്ലാ ഉറച്ച സ്ഥാനങ്ങളും ഇളകും, എല്ലാ ബന്ധങ്ങളും തകരും, എല്ലാം അണാപ്പൈ ബന്ധങ്ങളായി തീർന്ന് ഉറച്ചതെല്ലാം നിലതെറ്റും എന്ന് മാർക്സ് മൂലധനം ഉണ്ടാക്കാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവസാനം ഇത് പറയുന്നത്, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഈ മെറ്റഫർ എടുത്തിട്ട് സിഗ്മണ്ട് ബൗമൻ പിന്നീട് പറഞ്ഞൊരു കാര്യം, വാസ്തവത്തിൽ വരാനിരിക്കുന്ന മോഡേണിസ്റ്റ് കലയെ മുഴുവൻ പൂർവ്വദർശനം ചെയ്ത ഒരു മെറ്റഫറാണത് എന്നാണ്. എലിയറ്റ് പിന്നീട് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് എഴുതുമ്പോഴും അല്ലെങ്കിൽ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് യേറ്റ്സ് എഴുതുമ്പോഴും ഒക്കെ വാസ്തവത്തിൽ ഈ ക്രൈസിസ് ആണ് തെളിയുന്നത് എന്നും, അതുകൊണ്ട് ചരിത്രത്തിൽ വേരുള്ള വമ്പിച്ച ഒരു വൈരുദ്ധ്യത്തിൽ നിന്നാണ് മോഡേണിസ്റ്റ് കല രൂപപ്പെടുന്നത് എന്നും ബൗമനെ പോലുള്ള ആളുകളും പിൽക്കാലത്ത് മോഡേണിസത്തെ മറ്റു നിലയിൽ നോക്കിക്കണ്ട ചിന്തകരും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് മോഡേണിസ്റ്റ് സാഹിത്യത്തിനകത്ത് തെളിയുന്ന അടിസ്ഥാനപരമായ ചില വിച്ഛേദങ്ങൾ, ആധുനികത ഉണ്ടാക്കിയെടുത്ത ഉറച്ച വ്യക്തിസങ്കല്പം, ആധുനികത രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രഭാവന, അതിന്റെ പുരോഗതി ബോധം, അതിന്റെ യുക്തിവിചാരം, ഇതിനോടെല്ലാമുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി മോഡേണിസത്തിനകത്ത് വരുന്നത് ഒരു നിലയ്ക്ക് മുതലാളിത്ത ആധുനികതയുടെ ക്രൈസിസുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ആധുനികതാ സങ്കല്പത്തിന്റെ ഒരു പരിമിതി, നമ്മൾ ആധുനിക ലോകത്തെ അതിന്റെ മൂല്യങ്ങളെ മുൻനിർത്തി മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും ഈ ആധുനികത എന്ന് പറയുന്ന വിപുലമായ ഒരു സാമൂഹ്യ വ്യവഹാരത്തെ രൂപപ്പെടുത്തിയ ഭൗതികാധാരങ്ങളെ കാണാതെ പോവുകയും ചെയ്തു. ഈ ഭൗതികാധാരം ഏതായിരുന്നു? ആധുനിക ലോകത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? സമീപകാലത്ത് അന്തരിച്ച സമീർ അമീൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ആധുനികത അതിന്റെ പിറവിയിലും വികാസത്തിലും ഉടനീളം മുതലാളിത്തത്തോടൊപ്പമായിരുന്നു. അതുകൊണ്ട് മോഡേണിറ്റി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ മോഡേണിറ്റി എന്ന വാക്കിന്റെ പിന്നിൽ വാസ്തവത്തിൽ ക്യാപിറ്റലിസം എന്ന വാക്ക് കൂടിയുണ്ട്. വാസ്തവത്തിൽ ആധുനികത മുതലാളിത്ത ആധുനികതയായിരുന്നു. ഇത് ആധുനികതയുടെ ഉള്ളടക്കത്തെ തന്നെ അട്ടിമറിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ രസമുള്ള ഒരു നിരീക്ഷണം പറയുന്നത്, ഈ ബൂർഷ്വ ആധുനികതയാണ് ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മുദ്രാവാക്യം ഉയർത്തിയത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. ഒരുപക്ഷെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഉന്നതമായ മുദ്രാവാക്യമാണ് ഇത് മൂന്നും, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതുയർത്തിയ ഫ്രഞ്ച് ബൂർഷ്വാസി പക്ഷേ ഇത് സാക്ഷാത്കരിച്ചില്ല. അദ്ദേഹം രസമായിട്ട് പറയുന്നുണ്ട്, ബൂർഷ്വാസിയാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ബൂർഷ്വാസി സാക്ഷാത്കരിച്ചില്ല. ബൂർഷ്വാസി നടപ്പാക്കിയത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമല്ല, ബൂർഷ്വാസി നടപ്പാക്കിയത് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് എന്ന് സമീർ അമീൻ പറയുന്നു. എന്താണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളതല്ല, മറിച്ച് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നത്. സ്വാതന്ത്ര്യമാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യം? സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് ആധുനികതയുടെ വിപ്ലവകരമായ ഉള്ളടക്കത്തെ ആധുനികത തന്നെ വിഴുങ്ങുന്നത് മൂലധന വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ക്രൈസിസ് കാണാതെ നാം ആധുനികതയെ ജ്ഞാനോദയത്തിന്റെ ചില മൂല്യങ്ങളോട്, പുരോഗതി, സ്വാതന്ത്ര്യം, മാനവികത, നവോത്ഥാനം എന്നിങ്ങനെയുള്ള മൂല്യങ്ങളോട് മാത്രം ചേർത്ത് വെച്ച് മനസ്സിലാക്കുകയും അതിന്റെ പിന്നിലുള്ള സാമൂഹ്യ, ഭൗതിക, ചരിത്ര ബന്ധങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ട് ആധുനികതാ പ്രസ്ഥാനത്തെ പലപ്പോഴും അതിന്റെ പ്രത്യക്ഷമായ പ്രമേയ തലത്തിൽ മനസ്സിലാക്കുകയും ചരിത്രത്തിൽ അതിനുള്ള വേര് കാണാതെ പോകുന്ന സ്ഥിതി ഉളവാകുകയും ചെയ്തു. ഇത് മോഡേണിസത്തെ കുറിച്ചുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ മോഡേണിസ്റ്റ് നിരൂപകന്മാർ, മലയാളത്തിൽ പ്രത്യേകിച്ചും
അവര് അസ്തിത്വവാദത്തിന്റെയും വ്യക്തിപരമായ ഒരു ബൂർഷ്വാ ആ ജീവിത ബോധത്തിന്റെയും ഒക്കെ തലത്തിൽ നിന്ന് മോഡേണിസത്തെ വിലയിരുത്തിയതോടെ ഖസാക്കിലെ രവി ആയാലും അല്ലെങ്കിൽ ധാരാളമായി നമ്മുടെ കഥയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട പലതരം നായകന്മാരായാലും അസ്തിത്വവേദയാലും പാപബോധത്താലും മൃത്യുവാഞ്ചയാലും ജീവിത നിരാശയാലും ഒക്കെ ലഹരിക്കടിപ്പെട്ട് തെക്കും വടക്കും നടക്കുന്ന ആളുകളാണ് എന്ന മട്ടിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ പൊതുസമൂഹം അതിനെ വലിയ തോതിൽ ഏറ്റെടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ നമുക്കുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ വ്യക്തിത്വ ശൈഥില്യത്തിന്റെ വേരെവിടെയാണ് എന്ന് ചോദിക്കലാണ്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഈ വ്യക്തിത്വ ശൈഥില്യത്തിന്റെ വേര് ചരിത്രത്തിനുള്ളിലാണ് എന്നും അത് സംശയരഹിതമായും ആധുനികത എന്ന് നാം സാമാന്യമായി പറഞ്ഞു പോരുന്ന മുതലാളിത്ത ആധുനികതയുടെ പ്രതിസന്ധികൾക്കുള്ളിലാണ് എന്നും കാണാൻ കഴിയും. അങ്ങനെ ആ മുതലാളിത്ത ആധുനികതയുടെ പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ ഇതിന്റെ പിന്നിലെ ചരിത്രപരമായ അടിസ്ഥാനം എന്ന ബോധപൂർണമോ അബോധാത്മകവുമായ തിരിച്ചറിവിലൂടെ അതിനെ മറികടക്കാനും വ്യവസ്ഥാപരമായ ഒരു വിമർശനത്തിന് മോഡേണിസ്റ്റ് സെൻസിബിലിറ്റിയെ ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്കൽ മോഡേണിസം, ഇടതുപക്ഷ ആധുനികത, ഉച്ച ആധുനികത എന്നൊക്കെ പല രൂപത്തിൽ പരാമർശിച്ചു പോരുന്ന പ്രവണതകൾ വികസിച്ചു വന്നത്. ഇങ്ങനെ പൊളിറ്റിക്കൽ മോഡേണിസത്തിന്റെ ഒരു സവിശേഷ സന്ദർഭം മലയാളത്തിൽ രൂപപ്പെടുത്തുന്നതിന്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പട്ടത്തുള്ളയുടെ രചനാലോകം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം 50കളിൽ എഴുത്തിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 സമാഹാരങ്ങൾ 50കളിൽ 57ലും 58ലുമായിട്ട് പുറത്തു വരുമ്പോ മലയാളത്തിൽ മോഡേണിസം ഒരു പ്രസ്ഥാന സ്വഭാവം ആർജിച്ചിട്ടില്ല. പക്ഷെ വരാനിരിക്കുന്ന ഭാവുകത്വപരമായ പരിണാമത്തെ മുൻകൂറായി കണ്ട് അതിനെ കൂടി രേഖപ്പെടുത്തുന്ന നിലയിൽ അദ്ദേഹത്തിന് അക്കാലത്ത് തന്നെ എഴുതാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ 58ലെ കടപ്പക്കടയിൽ നിന്ന് തന്നെ വന്ന ബൂർഷ്വാ സ്നേഹിതൻ എന്ന കഥയും ആ പേരിലുള്ള സമാഹാരവും നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അത് എഴുതുന്ന അതിന്റെ പിന്നിലെ അടിസ്ഥാനപരമായ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ബൂർഷ്വാ സ്നേഹിതൻ ഇന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 2 പ്രമേയങ്ങൾ അതിനുള്ളിൽ കൂടിയിണങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ഒന്ന്, കേരളത്തിൽ നവോത്ഥാനാനന്തരം രൂപപ്പെട്ടു വന്ന മധ്യവർഗപരമായ പുരോഗമന ബോധത്തിനകത്ത വൈരുദ്ധ്യങ്ങൾ. ഇത് കേരളത്തിൽ ആദ്യം പറയുന്നത് പട്ടത്തുള്ളയല്ല. ഒരുപക്ഷെ ഈ പ്രശ്നത്തെ ഏറ്റവും ഗംഭീരമായി ആവിഷ്കരിച്ചത് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ നോക്കിയാൽ നമുക്ക് ഈ ക്രൈസിസ് കൃത്യമായിട്ട് കാണാം. അവബോധപരമായ വിപ്ലവത്തോടൊപ്പമായിരിക്കുകയും എന്നാൽ ജീവിതം കൊണ്ട് മറുപക്ഷത്തായിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തെയാണ് വൈലോപ്പിള്ളി ആ കവിതയിൽ അഭിസംബോധന ചെയ്തത്. ആ കവിതയിലെ നായകൻ പുരോഗമനവാദിയാണ്. അയാൾക്ക് ലോകം നന്നാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ തനിക്കോ തന്റെ പാരമ്പര്യത്തിനോ എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടാവരുത് എന്ന ഒരു മോഹവും ഉണ്ട്. ഞങ്ങൾ പണ്ട് മാരായസി പറഞ്ഞിരുന്ന ഒരു ഫലിതം എന്താന്ന് വെച്ചാൽ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, തൃപ്പൂണിത്തറക്കാർ മാത്രം ഇങ്ങോട്ട് മാറി നിൽക്കുവിൻ എന്നാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ തൃപ്പൂണിത്തറയല്ല, ഏത് പഞ്ചായത്തിന്റെ പേര് പറഞ്ഞാലും അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. കാരണം ലോകം ശരിയാവട്ടെ, ശരിയാകുമ്പോ ഞങ്ങളും കൂടെ ചേരാം. ആ കവിത അവസാനിക്കുന്നത് ആ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാകട്ടെ വേഗമാകട്ടെ എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. പോംവഴി പക്ഷേ മറ്റൊന്നായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. രക്തരൂക്ഷിതമായ കലാപങ്ങളൊന്നും ഇല്ലാതെ, സാമൂഹികമായ കാലുഷ്യങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തിലൂടെ മാത്രം ലോകത്തെ പുതുക്കി പണിയാൻ കഴിയണം എന്നൊരു പ്രത്യാശ, മധ്യവർഗപരമായ പ്രത്യാശ ഒരു ഭാഗത്ത് നിലനിർത്തുകയും മറുഭാഗത്ത് ലോക വിപ്ലവത്തെ മുഴുവൻ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു വിഭക്താവസ്ഥ, ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കാവുന്ന വിഭക്ത വ്യക്തിത്വം എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം 1950കളിലും 60കളിലും ഒക്കെ നമ്മുടെ മധ്യവർഗ ഭാവനയ്ക്കുള്ളിൽ, ഭാവുകത്വത്തിനുള്ളിൽ, ജീവിതബോധത്തിനുള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ മധ്യവർഗ ഭാവുകത്വത്തിന്റെ ഒരു ആവിഷ്കാരം കൂടിയാണ് ഒരു നിലയ്ക്ക് ബൂർഷ്വാ സ്നേഹിതൻ എന്ന കഥ. അതേസമയം തന്നെ ആ കഥയ്ക്കുള്ളിൽ ഇന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അടിയൊഴുക്കായി തെളിയുന്ന, അതിൽ വളരെ ബലത്തിൽ നമുക്ക് കാണാവുന്ന സ്വവർഗാനുരാഗത്തിന്റെ മറ്റൊരു ധാരയും നമുക്ക് കാണാനായിട്ട് കഴിയും. അന്ന് അതിനേക്കാൾ കൂടുതൽ വായിക്കപ്പെട്ടത് മറ്റൊരു ഘടകമാണെങ്കിൽ ഇന്ന് സ്വവർഗാനുരാഗത്തിന്റെ ഈ തലവും ആ കഥയ്ക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അദ്ദേഹം ഉണ്ടാക്കുന്ന, പട്ടത്തുള്ള ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വൈലോപ്പിള്ളി പറഞ്ഞുണ്ടാക്കിയതോ ആയ ഒരു പ്രശ്നമല്ല. കാരണം കേരളത്തിലെ പിൽക്കാല ചരിത്രത്തെ തന്നെ
വളരെ കൂടുതൽ ദുർബലമാക്കിയ ഒരടിസ്ഥാന പ്രശ്നം ഇതിനുള്ളിലുണ്ട്. അതായത് നാം പുരോഗമനപരമായിരിക്കുമ്പോൾ തന്നെ ആ പുരോഗമന പരത നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെ മിക്കവാറും അഭിസംബോധന ചെയ്യാതിരിക്കുകയും അത് ആന്തരികമായി ഒരു ലോകബോധത്തെയും ബാഹ്യമായി മറ്റൊരു ലോകബോധത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. ഞങ്ങളുടെ സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന പ്രൊഫസർ KN പണിക്കര് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മതേതര ജീവിതത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ പറയുന്ന ഒരു മെറ്റഫർ ഈ ചെരുപ്പ് ഉരി വീട്ടിൽ കയറുന്ന പോലെയാണ് എന്ന് അദ്ദേഹം പറയും. അതായത് റോട്ടിൽ എല്ലാവരും ചെരുപ്പിട്ട് നടക്കും, വീട്ടിൽ ആരും ചെരുപ്പിടില്ല എന്നതുപോലെ നാം പുറം ലോകത്ത് മതനിരപേക്ഷ ജാതി വിരുദ്ധ സമഭാവന ജീവിതത്തിന്റെ വക്താക്കളാണെങ്കിലും നമ്മുടെ ഗാർഹിക മണ്ഡലത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ജാതിയുടെ മതത്തിന്റെ ആചാരപരതയുടെ മധ്യവർഗ സുരക്ഷിത ബോധത്തിന്റെ ഉപഭോഗ ഭ്രാന്തിന്റെ ആചാരപരതയുടെ ഒക്കെ പിടിയിലാണ്, അതിന്റെ ഉച്ചാവസ്ഥയിലാണ് നമ്മളിപ്പോ. ഈ പ്രശ്നത്തെ ആദ്യം അഭിസംബോധന ചെയ്യുന്ന കവിതയായിരുന്നു കുടിയൊഴിക്കല്. ഈ പ്രശ്നം തന്നെയാണ് ഒരു നിലയ്ക്ക് പട്ടത്തുള്ള അദ്ദേഹത്തിന്റെ കഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അങ്ങനെ സാമൂഹികമായി വേരറ്റു പോകുന്ന ഇടത്തരക്കാരുടെ ഏകാന്ത ജീവിതവും ബൂർഷ്വാ മാന്യതയുടെ വ്യക്തി ജീവിത തലങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥാലോകം ആദ്യം 50കളിൽ തെളിയുന്നത്. ഇത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക പ്രമേയങ്ങളെ പരിവർത്തന വ്യഗ്രമായ പൊതുലോകത്തെ കൂടുതൽ ആവിഷ്കരിക്കുന്ന കഥകളിൽ നിന്ന് ഇതിനുള്ളിലെ വിള്ളലുകളെ, ഇതിനുള്ളിലെ വൈരുദ്ധ്യങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു രചനാലോകം പട്ടത്തുവളയുടെ കൃതികളിൽ നാം ആദ്യം കണ്ടു തുടങ്ങുന്നുണ്ട്. അത് പിന്നീട് 1960കളാകുമ്പോഴേക്കും അതിനെ അദ്ദേഹം രാഷ്ട്രീയമായ തലത്തിലേക്ക് വികസിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് പട്ടത്തുവളയുടെ കഥകളിൽ ഒരുപക്ഷെ ഈ ബൂർഷ്വാ സ്നേഹിതൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആഖ്യാന സ്ഥാനമാണ് എന്ന് പറയാം. അതായത് വിപ്ലവപരമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതിരിക്കുകയും വിപ്ലവപരമായ സാമൂഹ്യ പരിവർത്തനം തനിക്കുണ്ടാക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുകയും എന്നാൽ വിപ്ലവപരമായ സാമൂഹിക പരിവർത്തനത്തെ ഒരു ആദർശം എന്ന നിലയിൽ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ഇങ്ങനെ ആദർശപരമായ പിന്തുണ ഒരു ഭാഗത്തും അതിന്റെ ഭൗതിക നിർവഹണം മറുഭാഗത്തുമായി നിലനിൽക്കുകയും അതിന്റെ നടുവിൽ പിളർന്നു പോവുകയും ചെയ്യുന്ന ഒരു മനോഘടന, കേരളത്തിലെ മധ്യവർഗത്തിന്റെ മനോഘടന. ആ ഘടനയിലാണ് വാസ്തവത്തിൽ ഈ ബൂർഷ്വാ സ്നേഹിതൻ എന്ന സംജ്ഞ നിൽക്കുന്നത്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പട്ടത്തുവിളയെ തന്നെയും അത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ച് പഠിച്ചവർ അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ആഖ്യാന സ്ഥാനമായി മാറുന്നു എന്ന നിലയിൽ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടും ഉണ്ട്. എന്തായാലും ഇങ്ങനെ ചരിത്രപരമായ ഒരു സവിശേഷമായ ഭാവുകത്വത്തെ, അതായത് ആഴത്തിൽ സാമൂഹികമായി വേരുപിടിച്ചു നിൽക്കുന്ന ഒരു ജീവിത പ്രശ്നത്തെ ഭാവുകത്വപരമായ ഒരു സന്ദർഭമാക്കി മാറ്റുകയും അതിനെ നോക്കിക്കാണുന്ന ഒരു ആഖ്യാതൃസ്ഥാനം എന്ന നിലയിലേക്ക് ബൂർഷ്വാ സ്നേഹിതൻ എന്ന ഒരു വ്യൂ പോയിന്റിനെ അദ്ദേഹം പല കഥകളിലും ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ തെളിയുന്ന ഒരു കാര്യം, ഈ നവോത്ഥാന കഥകളിൽ നിന്ന് വ്യത്യസ്തമായി മോഡേണിസ്റ്റ് കഥകളിൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. ലൂക്കാച്ച് മോഡേണിസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, മോഡേണിസം വലിയൊരളവോളം ഒരു ഇൻഫ്ലേറ്റഡ് ആയി ചരിത്രത്തിൽ വേരില്ലാത്ത അല്ലെങ്കിൽ പൊങ്ങുനടി പോലെ നിൽക്കുന്ന സാമൂഹികമായ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട പെരുപ്പിക്കപ്പെട്ട ഒരു ഞാനാണ്, ഒരു സബ്ജക്ടിവിറ്റി ആണ് ഇൻഫ്ലേറ്റഡ് ആയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വല്ലാതെ പെരുപ്പിക്കപ്പെട്ട ഒരു ഞാൻ ആണ് ഈ മോഡേണിസ്റ്റ് കലയുടെ കേന്ദ്രമായി മാറിയത്. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിൽ സാമൂഹികമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തിൽ പിന്നീട് ബ്രെറ്റെല്ലാം സൂചിപ്പിച്ചത്, വാൾട്ടർ ബെഞ്ചമിനൊക്കെ സൂചിപ്പിച്ചത്, ഈ വ്യക്തിയുടെ തകർച്ച എന്ന് പറയുന്നത് ആധുനികത ജന്മം നൽകിയ ബൂർഷ്വാ വ്യക്തിയുടെ തകർച്ചയാണ്. ആധുനികത ജന്മം നൽകിയ ബൂർഷ്വാ വ്യക്തിയുടെ ശൈഥില്യമാണ്. വാസ്തവത്തിൽ ഇക്കാര്യം കേരളത്തിൽ ആദ്യം സൂചിപ്പിക്കുന്ന ഒരാള് 1930കളിൽ തന്നെ അത് പറയുന്ന ഒരാള് കേസരി ബാലകൃഷ്ണപിള്ളയാണ് കേട്ടോ. കേസരി ഈ കാര്യം വേറൊരു നിലയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സുദൃഢവും ഉദ്ഗ്രഥിതവുമായ വ്യക്തിത്വം എന്നത് ഇനി മുതൽ ബുദ്ധിശൂന്യരിലും നിരീക്ഷണ പാഠവും ഇല്ലാത്തവരിലും മാത്രമേ ഉണ്ടാകൂ
എന്ന് അദ്ദേഹം 30കളിൽ പറയുന്നുണ്ട്. ഞാനത് വായിക്കുമ്പോൾ അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. 30കളിൽ കേരളത്തിലേക്ക് ആധുനിക വ്യക്തികൾ പതുക്കെ പതുക്കെ എമർജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആധുനികതയൊക്കെ പതുക്കെ പതുക്കെ രൂപപ്പെടുന്ന കാലത്ത് തന്നെ ആധുനിക മാനുഷികത എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യങ്ങളെ കേസരി കാണുന്നുണ്ട്. ഈ ക്രൈസിസിനെ ആണ് ഞാൻ എന്ന പെരുപ്പിക്കപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് പലപ്പോഴും കൊണ്ടുവരികയും അതിനെ എന്താ പറയാ കേന്ദ്രമാക്കിക്കൊണ്ട് തൻ്റെ ആത്മാന്വേഷണങ്ങൾ, തൻ്റെ ആത്മത്തിന്റെ ശൈഥില്യം, ചെതറിത്തെറിച്ച ജീവിത അവസ്ഥകൾ ഇതെല്ലാമായിട്ട് മോഡേണിസ്റ്റ് കലയിൽ വലിയ തോതിൽ തെളിയുന്നത്. ഇപ്പൊ മോഡേണിസ്റ്റ് കലയിലെ കാതൽ എന്ന് വിളിക്കാവുന്ന ഒരു മെറ്റഫർ ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡിലുണ്ട്. വേസ്റ്റ് ലാൻഡിലെ ഒരു സ്ഥലത്ത് എലിയറ്റ് പറയുന്നുണ്ട്, സൺ ഓഫ് മാൻ വാട്ട് യു നോ, മനുഷ്യപുത്ര നിനക്കെന്തറിയാം, യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്ന് പറയുന്നുണ്ട്. നിനക്കറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രം. ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രമാണ് നിനക്ക് മുമ്പിലുള്ളത്. അതാണ് നിന്റെ യാഥാർത്ഥ്യം. ഈ ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരം എന്നത് വെറും ഒരു മെറ്റഫർ അല്ല, മറിച്ച് ആധുനികതയുടെ തകർച്ച, ചെതറിത്തെറിക്കുന്ന ജീവിത ലോകം, അതിനെ മുഴുവൻ സംഗ്രഹിക്കുന്ന ഒരു മെറ്റഫറായിട്ടാണ് ഈ ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരം, ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്നത് പിൽക്കാലത്ത് മനസ്സിലാക്കപ്പെട്ടത്. ഈ ചെതറിയ യാഥാർത്ഥ്യം എന്നത് വ്യക്തിബോധത്തിലേക്ക് വരികയും വ്യക്തി എന്ന് പറയുന്നത് ഉദ്ഗ്രഥിതമല്ലാത്ത, ആധിപത്യാന്ത പൊരുത്തമില്ലാത്ത, യുക്തിപരമല്ലാത്ത ഒന്നായി മാറുകയും വ്യക്തിയുടെ ഈ ശൈഥില്യം ഒരു ഭാഗത്ത് അരാജകത്വത്തിലേക്കും മറ്റൊരു ഭാഗത്ത് ലൈംഗികമായ ജീർണതകളിലേക്കും ഇനിയും ഒരു ഭാഗത്ത് ലഹരിയിലേക്കും ഒക്കെ നീങ്ങുകയും ചെയ്യുന്നത് നമുക്ക് മോഡേണിസ്റ്റ് സാഹിത്യത്തിൽ കേരളത്തിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു പ്രമേയപരമായി മനസ്സിലാക്കുന്നതിന് പകരം ചരിത്രപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉറച്ച മനുഷ്യൻ ഇല്ലാണ്ടാവുന്നു എന്നുള്ളത് ഉറച്ചു നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഉറച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ്. കേസരി ഈ കാര്യവും പറയുന്നുണ്ട്. ചങ്ങമ്പുഴയ്ക്കെതിരെ അക്കാലത്ത് ഉയർന്നിരുന്ന വലിയൊരു വിമർശനം, ചങ്ങമ്പുഴയ്ക്ക് ഒരു നിലപാടില്ല, ഓരോ ദിവസവും ഓരോ കാര്യം മാറ്റി പറയും. അതുകൊണ്ട് ചങ്ങമ്പുഴ കവിത ഞങ്ങൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറ ലൈബ്രറിയില്, മഹാത്മാ ലൈബ്രറിയില് അവിടുത്തെ വായനക്കാരും പണ്ഡിതന്മാരും ഒക്കെ യോഗം ചേർന്നിട്ട് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്നൊരു പ്രമേയവും പാസാക്കി. ചങ്ങമ്പുഴ അതിനെതിരെയും കവിത എഴുതി കേട്ടോ. അങ്ങനെ പ്രമേയവും പാസാക്കി. അക്കാലത്ത് ചങ്ങമ്പുഴയുടെ ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു എന്ന് വെച്ചാൽ ചങ്ങമ്പുഴയ്ക്ക് ഒരു നിലപാടില്ല. കേസരി അതിനെതിരെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ തലക്കെട്ട് ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്നാണ്. ദീർഘമായ ലേഖനം. അതിൽ കേസരി വാദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ചങ്ങമ്പുഴയ്ക്ക് വാസ്തവത്തിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. അതെന്താണ്? ഒരാൾ എന്തായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായി നിലനിൽക്കാൻ ഈ സമുദായം അയാളെ അനുവദിക്കുന്നില്ല. ഒരാൾക്ക് ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാലുവെന്ത നായയെ പോലെ അയാൾ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതായിക്ക് ഇന്ന് പറയാൻ പറ്റുന്നില്ല, ഇന്ന് പറഞ്ഞിടത്തേക്ക് നാളെ നിൽക്കാൻ പറ്റുന്നില്ല. അയാൾ ചെതറിപ്പോകുന്നു. വാട്ട് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്, ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരം. അതുകൊണ്ട് വ്യക്തിത്വത്തിന്റെ ശിഥിലീകരണം, വ്യക്തിത്വത്തിന്റെ ചെതറിത്തെറിക്കൽ എന്നത് ഒരു കഥാപാത്രത്തിന്റെ സ്വകാര്യ പ്രശ്നമായിട്ടോ ആ കഥ എഴുതിയ ആളുടെ വീക്ഷണഗതി മാത്രമായിട്ടോ അല്ല, ചരിത്രത്തിൽ വേറുള്ള സവിശേഷമായ ഒരു അനുഭവ ഘടനയായിട്ട് അതിനെ കാണണം എന്നതാണ്. ഈ അനുഭവ ഘടനയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ബൂർഷ്വാ സ്നേഹിതൻ എന്ന ഒരു ആഖ്യാന സ്ഥാനത്തെ ഈ പട്ടത്തുകൾ അവതരിപ്പിച്ചത്. അതാണ് ഞാൻ ആ ആഖ്യാന സ്ഥാനത്തിന്റെ, അതൊരു കഥയുടെ പേരാണെങ്കിലും ആ കഥയുടെ പേര് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കഥകളിൽ ഉടനീളം തുടരുന്ന ഒരു നോട്ടത്തിന്റെ ഒരു സ്ഥാനമാണ്. ആ നോട്ടമാകട്ടെ ഞാൻ ഈ പറഞ്ഞ ശിഥിലീകരണത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒന്നാണ്. അദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുപോയത് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ലോകപരിചയ അക്കാലത്തുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇവിടെ നിന്ന് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പോയി അവിടെ ബിരുദം നേടുകയും പിന്നെ ലോ കോളേജിൽ കുറച്ചു കാലം പഠിക്കുകയും അവിടെ നിന്ന് അദ്ദേഹം ന്യൂയോർക്കിൽ പോയിട്ട് സിറാക്യൂസ് സർവകലാശാലയിൽ നിന്ന് MBA ബിരുദമൊക്കെ നേടി ഏറ്റവും പ്രസിദ്ധമായ ഒരു വിദേശ കമ്പനിയിലെ മാനേജരായിട്ടൊക്കെ പ്രവർത്തിക്കുകയും ന്യൂയോർക്കർ ഒക്കെ പോലുള്ള മാസികകളൊക്കെ
അക്കാലത്ത് തന്നെ വായിച്ച് പുതിയ ലോക സന്ദർഭത്തെയും ലോക സാഹിത്യത്തെയും നേർക്ക് നേരെ മനസ്സിലാക്കുകയും ചെയ്ത ഒരാളായിരുന്നു പട്ടത്തുവിള. അതുകൊണ്ട് അതായത് 50കളില് നമ്മുടെ സാഹിത്യം നവോത്ഥാനപരമായ പ്രവണതകളിലേക്ക് നീങ്ങുന്ന സമയത്ത് യൂറോപ്പ് 1-2 ലോകയുദ്ധങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 2ാം ലോകയുദ്ധം കഴിയുകയും മാനുഷികമായി ജീവിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ പ്രയാസകരമായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അന്ന് എലിയറ്റ് എഴുതുന്നുണ്ട്, ലൈഫ് ഇൻ ഡെത്ത് ആൻഡ് ഡെത്ത് ഇൻ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ചിലര് മരണം കൊണ്ട് ജീവിതത്തെക്കാൾ മഹിമയാർജിക്കും, ഗാന്ധിയെ പോലെ. മറ്റു ചിലരാകട്ടെ, മഹാഭൂരിപക്ഷം മനുഷ്യരുമാകട്ടെ, ദേ ആർ ലിവിങ് ഇൻ ഡെത്ത്. അവര് ജീവിക്കുന്നുണ്ട്, പക്ഷെ മരണത്തിലാണ് ജീവിക്കുന്നത്, ലൈഫ് ഇൻ ഡെത്ത്. കാരണം ഫാസിസ്റ്റ് തടവറകളിൽ നിന്നും ഹോളോകോസ്റ്റിൽ നിന്നും പുറത്തു വന്ന മനുഷ്യരെ സംബന്ധിച്ച് മരണത്തെക്കാൾ നിരർത്ഥകമായി തീരുന്നു ജീവിതം. ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, ലോകമില്ല, സമൂഹമില്ല. അസ്തിത്വം എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു അനാഥത്വത്തിന്റെ ആവിഷ്കാര സ്ഥാനം പോലെയായി തീരുന്ന ഒരു ജീവിത പരിസരത്തേക്ക് മനുഷ്യർ മടങ്ങി വരുന്നു. ഹോളോകാസ്റ്റിൽ നിന്ന്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന്. കനേറ്റിയുടെ ഇമ്രെ കർട്ടസിന്റെ വിധിയില്ലാത്തവർ പോലുള്ള നോവലുകളൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ മനുഷ്യാവസ്ഥ, ഹോളോകാസ്റ്റിനെ അതിജീവിച്ച മനുഷ്യരുടെ നിരർത്ഥകത ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും വരും മാറുമെന്ന് പ്രതീക്ഷിക്കുകയും യാതൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലം. അതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ പോലുള്ള കൃതികളിലൊക്കെ ബക്കറ്റൊക്കെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഗോദോയെ കാത്തിരിക്കുന്നു, ഗോദോ വരുന്നില്ല. വിമോചനം കാത്തിരിക്കുന്നു, വിമോചനം വരുന്നില്ല. നീതി കാത്തിരിക്കുന്നു, നീതി വരുന്നില്ല. മനുഷ്യാവസ്ഥ പുഷ്കലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ സമ്പൂർണമായ ഒരു അനിശ്ചിതത്വത്തിന്റെ, അർത്ഥരാഹിത്യത്തിന്റെ ചരിത്രാനുഭവത്തെയാണ് ഒരു നിലയ്ക്ക് ഈ വ്യക്തിത്വത്തിന്റെ ശൈഥില്യം എന്ന നിലയിൽ നമ്മുടെ കലയിലേക്ക് വന്നത്. അതൊരു പക്ഷേ നമ്മുടെ വായനാ സമൂഹത്തിന് പരിചിതമാകുന്നതിന് വളരെ മുമ്പ് തന്നെ അമേരിക്കൻ ജീവിതം കൊണ്ടും അവിടുത്തെ സാഹിത്യ പ്രവണതകളുമായുള്ള നിരന്തരമായ അടുപ്പം കൊണ്ടുമൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഏതായാലും 50കളിൽ ഇവിടെ തിരിച്ചെത്തി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം എഴുതുന്ന കഥകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു വഴിത്തിരിവ് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്ന് പുരോഗമന സാഹിത്യം പൊതുവിൽ വിപ്ലവോന്മുഖമായ സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ ആ പരിവർത്തനത്തിനുള്ളിൽ ഈ പറയുന്ന ഒരു ശൈഥില്യം എങ്ങനെ തുടരുന്നു എന്നതിനെ കുറിച്ചും പട്ടത്തുവിള പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ആ തോന്നലാണ് ഒരു നിലയ്ക്ക് പുരോഗമന സാഹിത്യത്തിന്റെ മുഖ്യധാരയോട് വിമർശനാത്മകമായ ഒരു നിലപാടെടുക്കാനും 70കളിൽ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ മോഡേണിസം എന്ന് വിളിക്കുന്ന എം സുകുമാരനും യു പി ജയരാജനും നാണുവും ഒക്കെ ഉൾപ്പെടുന്ന കഥാകൃത്തുക്കൾ രൂപപ്പെടുത്തിയ തീവ്ര രാഷ്ട്രീയത്തിന്റെ, തീവ്ര ഇടതുപക്ഷത്തിന്റെ ആശയഗതികളോട് ചിലപ്പോഴൊക്കെ ചേർച്ചയുള്ള ഒരു നിലപാടിലേക്ക് പോയത്. ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ട് ഇപ്പൊ സുകുമാരനെ പോലെയോ ജയരാജനെ പോലെയോ ആ ഒരു പ്രവണതയാൽ മാത്രം നയിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറയാൻ പറ്റില്ല. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അമേരിക്കയിൽ വികസിച്ചു വന്ന, യൂറോപ്പിലൊക്കെ വികസിച്ചു വന്ന 50കളിലും 60കളിലും പ്രബലമായിരുന്ന ഹിപ്പി സംസ്കാരത്തോടുള്ള ബന്ധം, അതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉള്ളടക്കം ഒക്കെ അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. അതും അദ്ദേഹത്തിന്റെ കഥയിലെ പ്രബലമായ ഒരു സ്വാധീനമാണ്. നല്ല കഥയെ സംബന്ധിച്ചും നല്ല എഴുത്തിനെ സംബന്ധിച്ചും നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഏകമുഖമായ ഒരു നിലപാട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. വലിയ എഴുത്തിന്റെ, വലിയ കലയുടെ ഒരു ഗുണം 21ാം നൂറ്റാണ്ടിലെ സാഹിത്യ ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ചിന്തകൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന റാൻസിയറെ സാഹിതീയത എന്ന ആശയത്തെ കുറിച്ച് പറയുന്നത് ദ ലിവിങ് ഡയലക്റ്റിക് എന്നാണ്. ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയിലാണ് സാഹിത്യം. അതൊരു ഭാഗത്ത് സജീവമാണ്, മറുഭാഗത്ത് അത് ചരിത്രം ഉണ്ടാക്കിയ വൈരുദ്ധ്യങ്ങളെ മുഖാമുഖം നോക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ കൃത്യമായി തോന്നിയ ഒരു നിരീക്ഷണം മാർക്സിസ്റ്റ് ചിന്തകൻ കൂടിയായ ജോൺ ബർജർ കലയിലെ ആധികാരികതയെ കുറിച്ച് പറയുന്ന ഒരു വാക്യാണ്. അദ്ദേഹം പറയുന്നുണ്ട്, authenticity of the art arises from a simple commitment, a commitment to the ambiguity of the experience. കലയുടെ ആധികാരികത ജനിക്കുന്നത് ലളിതമായ ഒരു പ്രതിബദ്ധതയിൽ നിന്നാണ്, വളരെ ലളിതമായ ഒരു പ്രതിബദ്ധതയിൽ നിന്നാണ്. അത് അനുഭവങ്ങളുടെ സന്നിഗ്ധതയോടുള്ള പ്രതിബദ്ധതയാണ്, അനുഭവങ്ങളുടെ സുനിശ്ചിതത്വത്തോടല്ല. അനുഭവങ്ങള് ഒരൊറ്റ വടിവിൽ വാർന്നു വീഴുന്നതല്ല,
അതിനകത്ത് ധാരാളം പിളർപ്പുകൾ, വെട്ടിമാറലുകൾ, ഇരുട്ടുകൾ, വിച്ഛേദങ്ങൾ ഒക്കെ ഉണ്ടാവും. അതിനെ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുമ്പോഴേ വാസ്തവത്തിൽ കല ആധികാരികമാകൂ. ചരിത്രപരമായ ആഴം കലയ്ക്ക് കൈവരുന്നത് ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കാവുന്ന മട്ടിലൊരു പൊതുപ്രവണതയായി നിൽക്കുമ്പോഴല്ല, മറിച്ച് ഈ വൈരുദ്ധ്യങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബെൽസാക്കിനെ ഒക്കെ മാർക്സ് വലിയ തോതിൽ വാഴ്ത്തുന്നത്. ബെൽസാക്ക് സ്വയമേവ ഒരു ഫ്യൂഡൽ പക്ഷപാതി ആയിരിക്കുമ്പോഴും ബെൽസാക്കിന്റെ കല ഫ്യൂഡലിസത്തിന്റെ വലിയ ജീർണതകളെ കൂടി പ്രകാശിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. ഇങ്ങനെ ഒരു കാലത്തിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് കൂടി നോക്കിക്കൊണ്ട് അതിതീവ്രവാദം എന്ന് തോന്നാവുന്ന പ്രവണതകളോടുള്ള ആഭിമുഖ്യം ഒരു ഭാഗത്ത്, ഹിപ്പി സംസ്കാരത്തിൽ നിന്ന് കൈവന്ന ആ ഒരു സ്വാധീനം മറ്റൊരു ഭാഗത്ത്, പലതരം ലഹരികൾ. അച്യുതൻ മാഷ് മലയാള കഥയുടെ ചരിത്രം എഴുതുമ്പോ വിപ്ലവത്തിന്റെ ലഹരി, അതുപോലെ തന്നെ ലഹരിയുടെ ആസക്തി, അതുപോലെ തന്നെ ലൈംഗികതയുടെ ആസക്തി, ഇങ്ങനെ പല ആസക്തികൾ ചേർന്ന ഒരു അനുഭവ മണ്ഡലമാണ് പട്ടത്തുപിള്ളയുടേത് എന്നെഴുതുന്നുണ്ട്. ഇതൊരു വ്യക്തിപരമായ തലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല, മറിച്ച് സുദൃഢമായ മാന്യമായ, മാന്യം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കാണുക, മാന്യമായ വ്യക്തി ജീവിതത്തിനകത്തുള്ള ഇരുട്ടുകളെയാണ് വാസ്തവത്തിൽ ഇതിലൂടെയൊക്കെ അദ്ദേഹം ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോ നക്സലിസത്തെ കുറിച്ച് മലയാളത്തിൽ ആദ്യം ഉണ്ടായ 2 പ്രധാന കവിതകളും വാസ്തവത്തിൽ നക്സലൈറ്റുകളെ എഴുതിയതല്ല. ഒന്ന് എഴുതിയത് വലാമണിയമ്മയാണ്, നക്സലൈറ്റ് രാത്രി എന്ന പേരിൽ. മറ്റൊന്ന് എഴുതിയത് NV കൃഷ്ണനാരാണ്, നക്സൽ ബാരി എന്ന പേരിൽ. രണ്ടുപേരും നക്സലിസത്തിന്റെ പ്രതിനിധികളൊന്നുമല്ല. പക്ഷേ അവരുടെ കവിത എന്തുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചരിത്രപരമായ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അല്ലാതെ അത് തലവെട്ടിക്കളയലാണെന്നോ അങ്ങനെയുള്ള അന്നത്തെ യുക്തികളല്ല, മറിച്ച് ചരിത്രത്തിൽ അതിനൊരു വേരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവുകത്വത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അവര് ചെയ്തത്. ഏതാണ്ട് ആ നിലയ്ക്കുള്ള നക്സൽ ബാരിയുടെ ഒരു ആദർശാത്മക പരിചരണം പട്ടത്തുള്ളയുടെ കഥയിൽ ഒരു ഭാഗത്ത് തെളിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഥകളിൽ, ഇപ്പൊ ബലി പോലുള്ള കഥകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ വയനാട്ടിലെ വർഗീസിന്റെ ഒക്കെ ചരിത്രാനുഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആദിതാളം പോലെ ഒരു കഥയില് പ്രതീകപരമായി ചാരു മജുംദാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രത്രയം എന്ന് വിളിക്കാവുന്ന പ്രതാപൻ, രൂപ, രാമു പല കഥകളിലും ആവർത്തിച്ചു വരുന്ന ഒരു കഥാപാത്രത്രയമാണ് ഈ 3 പേരും. പ്രതാപൻ വിപ്ലവകാരിയായ ഒരാളാണ്, രാമു ഒരു നിസ്സംഗനായ വീക്ഷണസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, രൂപ പ്രതാപനോളം വിപ്ലവബോധമോ സായുധമായ കലാപത്തോട് സന്നദ്ധതയോ ഇല്ലെങ്കിലും വ്യവസ്ഥാ വിമർശനമൊക്കെ വലിയ തോതിൽ വച്ചു പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. ഇവര് 3 പേരും പല കഥകളിലും 7 8 കഥകളിൽ ഇവര് 3 പേരും ആവർത്തിച്ചു വരുന്നുണ്ട്. വാസ്തവത്തിൽ ചരിത്രത്തിലെ 3 പ്രവണതകളെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്ന നിലയ്ക്ക് വരികയും ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ അന്തിമമായി ഉയർത്തിപ്പിടിക്കാതെ ഈ 3ഉം ആ കാലത്തിന്റെ ഭാവുകത്വത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്ന നിലയിലാണ് ഈ കഥകളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 60കളാകുമ്പോഴേക്കും ഈ ആധുനികതയ്ക്കകത്തുള്ള വ്യക്തിപരമായ ശൈഥില്യം, സാമൂഹ്യ ജീവിതത്തിന്റെ തകർച്ച, ജീർണതകളുടെ പ്രകാശനം എന്നതിനെ രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടി അക്കാലത്ത് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് അതിഭൗതികം എന്ന് വിളിക്കാവുന്ന, യോഗാത്മകം എന്ന് വിളിക്കാവുന്ന, ഔപനിഷദികം എന്നൊക്കെ പുറമേക്ക് തോന്നാവുന്ന ചില ആവിഷ്കാരങ്ങളിലേക്കും ചില കഥകളിൽ, ചുരുക്കം കഥകളിൽ, പല്ലോപനിഷത്ത് പോലുള്ള ഒരു കഥയിലോ അല്ലെങ്കിൽ കാമകൽപ്പവല്ലി എന്ന് പറയുന്ന കഥയിലോ ഒക്കെ അത്തരത്തിൽ ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യത്തിന്റെ ചില അടയാളങ്ങളെ ഒക്കെ പുറമേക്ക് നിലനിർത്തിക്കൊണ്ട്, വാസ്തവത്തിൽ പുറമേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഉള്ളിലൊക്കെ അത് വേറെ തലത്തിൽ ജീവിക്കുന്ന കഥകളാണ്. പക്ഷെ ഇത്തരം ഒരു സ്വഭാവത്തിലേക്കും അത് നീങ്ങുന്നുണ്ട്. പട്ടത്തുള്ളക്ക് തന്നെ അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പത്നി ഒരു ഓർമ്മക്കുറിപ്പില് പറയുന്നുണ്ട്. അവസാന കാലമായപ്പോ സന്യാസത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാവ്യ വസ്ത്രമൊക്കെ ധരിച്ചാണ് പോയിരുന്നത്. അവാർഡ് മേടിക്കാൻ പോയത് കാവ്യ വസ്ത്രം ധരിച്ചിട്ടാണ് എന്നൊക്കെ. നടരാജഗുരുവിനെ വായിച്ചിട്ടാണ് അങ്ങനെ ഒരു ഓറിയന്റേഷൻ വന്നത് എന്ന കാര്യം കട്ടത്തുള്ളയുടെ പത്നി അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളിൽ എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇത് ആ കാലത്ത് പൊതുവിൽ കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സാമൂഹികമായ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ
പല വഴികളിലൂടെ നോക്കുകയും ഒരു ഭാഗത്ത് ജീർണമായ ജീവിതാവസ്ഥയെ ആദർശവൽക്കരിക്കുക, മറുഭാഗത്ത് തീവ്രവാദപരമായ വിപ്ലവ പ്രവർത്തനങ്ങളെ ആദർശവൽക്കരിക്കുക, ഇനിയും ഒരു ഭാഗത്ത് അധ്യാത്മത്തിന്റെ വഴിയെ ആദർശവൽക്കരിക്കുക. അങ്ങനെ തമ്മിൽ ബന്ധമൊന്നുമില്ലാത്ത പ്രവണതകൾ ഈ ക്രൈസിസിൽ നിന്ന് പൊട്ടിക്കിളിർക്കുകയും വലിയൊരു എഴുത്തുകാരനിൽ ഒരാളിൽ തന്നെ ഇതെല്ലാം കൂടുകൂട്ടുകയും ചെയ്യും. ഒരാൾ തന്നെ അയാളോട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥാനമായി തീരും. ഇത് ചരിത്രത്തിലുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും കരുതും ഇയാൾക്ക് നിലപാടില്ലാഞ്ഞിട്ടാണെന്നാണ്. നിലപാടില്ലാഞ്ഞിട്ടല്ല, ചരിത്രത്തിന് അത്ര വേരുള്ളത് കൊണ്ടാണ്. അതാ കേസരി ചങ്ങമ്പുഴയെ കുറിച്ച് പറഞ്ഞത്. ചങ്ങമ്പുഴയ്ക്ക് നിലപാടില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ നിലപാടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിക്കാൻ പറ്റാത്ത മട്ടിൽ കാലം അയാളെ തള്ളി മാറ്റുന്നു. ഓൾ ദാറ്റ് ഈസ് ഓൾ ഇറ്റ് മെൽറ്റ്സ് ഇൻടു എയർ എന്ന് മാർക്സ് എഴുതിയതുപോലെ ഒന്നിനും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത മട്ടിൽ കാലം അവരെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 6:30 വണ്ടിക്ക് തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് ഇത് കൂടുതൽ പറയാനുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ഫലിതമുള്ളത് മരിച്ചാലും മരിച്ചില്ലെങ്കിൽ 5 മണിക്ക് ശവം എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞാലും തീർന്നാലും ഇല്ലെങ്കിലും കുറച്ചുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. 6:35 വണ്ടി വരും. അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥയിൽ തെളിയുന്ന ഈ വൈരുദ്ധ്യങ്ങൾ, ഒരു ഭാഗത്തെ ആത്മീയം എന്ന് വിളിക്കാവുന്ന ചില താല്പര്യങ്ങൾ, മറുഭാഗത്ത് ജീർണം എന്ന് വിളിക്കാവുന്ന ജീവിതവാസനകൾ, ലൈംഗികതയുടെ ചില സ്ഫുരണങ്ങൾ, അല്ലെങ്കിൽ തീവ്രമായ വിപ്ലവബോധം, ഇതൊന്നും തമ്മിൽ 100% പൊരുത്തപ്പെടില്ല. ആ പൊരുത്തക്കേട് ഞാൻ പറയുന്നത് ചരിത്രമുണ്ടാക്കിയ അഗാധമായ സംഘർഷങ്ങളിൽ വേരാഴ്ത്തി നിന്നത് വഴി അദ്ദേഹത്തിന്റെ കഥന മണ്ഡലത്തിന് കൈവന്നതാണ് എന്നതാണ് ഞാൻ പറയുന്നത്. അതാണ് കലയുടെ ഒരു മൗലികത എന്ന് പറയുന്നത്. കല മൗലികമാകുന്നത് വൈരുദ്ധ്യങ്ങളെ റദ്ദാക്കിക്കൊണ്ടല്ല, വൈരുദ്ധ്യങ്ങളെ ആകാവുന്നത്ര സ്വാംശീകരിച്ചുകൊണ്ടാണ്. വലിയ എഴുത്തുകാരിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അവരൊരു വഴിയിലല്ല. കുമാരനാശാനെ നോക്കിയാൽ അദ്ദേഹം മതപരിവർത്തനത്തിന് പൂർണ്ണമായിട്ടും എതിരായിരുന്നു. ബുദ്ധമതത്തിലേക്ക് മാറണമെന്ന വാദത്തെ പൂർണ്ണമായിട്ട് എതിർത്ത ആളാണ്. പക്ഷെ ആശാന്റെ ഉള്ളിൽ ഉടനീളം ഒരു ബുദ്ധനുണ്ട്. ചണ്ടാല ഭിക്ഷുക്കില് ബുദ്ധനുണ്ട്, കരുണയില് ബുദ്ധനുണ്ട്, അദ്ദേഹത്തിന്റെ ആദർശത്തിൽ ഒരു ബുദ്ധനുണ്ട്. പക്ഷെ ആ ബുദ്ധനെ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് സ്വീകരിക്കില്ല. അതുകൊണ്ട് കവിതയില് ബുദ്ധനായിരിക്കുകയും പൊതുരാഷ്ട്രീയത്തിൽ ബുദ്ധനല്ലാതിരിക്കുകയും ചെയ്യുക, ഇതൊക്കെ സാധാരണമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വലിയ എഴുത്തുകളൊക്കെ ഇത്തരത്തിൽ വൈരുദ്ധ്യ നിർഭരമായിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതലം പട്ടത്തുള്ളയുടെ എഴുത്തുകളിലും നമുക്ക് 60കളിൽ കാണാൻ കഴിയും, 70കളിലൊക്കെ കാണാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് കഥാരചനയുടെ ഒരു രൂപപരമായ തലത്തെ അദ്ദേഹം ഭേദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിൽക്കാല കഥകൾ, ഇപ്പോ ബൂർഷ്വാ സ്നേഹിതനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു റിയലിസ്റ്റിക് നരേഷൻ തന്നെയാണ്. പൊളിറ്റിക്കൽ അണ്ടർടോൺസ് വളരെ സ്ട്രോങ് ആയിരിക്കുമ്പോഴും ഏതാണ്ട് യഥാതഥം എന്ന് വിളിക്കാവുന്ന ഒരു ആഖ്യാനത്തിന്റെ വഴിയിലൂടെയാണ് ആ കഥ മിക്കവാറും സഞ്ചരിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മലയാളത്തിൽ വിഗ്രഹങ്ങൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഒരു കഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെലിഫോൺ സംഭാഷണമാണ്. ഒരു ടെലിഫോൺ സംഭാഷണം മാത്രമാണ്. അപ്പുറത്തെ ആള് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പുറത്ത് നിന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അച്ഛൻ മകനോട് സംസാരിക്കുന്നു. അച്ഛൻ മകനോട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിന്റെ പാറ്റേണിലൂടെ ഒരു കഥ ഇതൾ വിടരുന്നു എന്ന് മാത്രമല്ല, ജീവിതാവസ്ഥയെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. അപ്പുറത്ത് പൂർണ്ണ മൗനാണ്. അപ്പുറത്ത് എന്ത് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നില്ല. അത് സംസാരിക്കുന്ന ആൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മൾ കേൾക്കുന്നത് ഇവിടെ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് മാത്രമാണ്. അങ്ങനെ ഏതാണ്ട് KP അപ്പൻ അതേക്കുറിച്ച് എഴുതുന്നത് വരമൊഴിയുടെ ജ്ഞാനവ്യവസ്ഥയെ സമ്പൂർണമായിട്ട് റദ്ദാക്കിക്കൊണ്ട്, കഥാരൂപത്തെ തന്നെ റദ്ദാക്കിക്കൊണ്ട്, ശബ്ദതരംഗങ്ങൾ അദൃശ്യമായി അല്ലെങ്കിൽ അശരീരിയായി മാത്രം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെ കഥയിൽ സൃഷ്ടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന യന്ത്ര സരസ്വതിയെ മുൻകൂറായി ഭാവന ചെയ്ത കഥയാണതെന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കേണ്ടതാണ്. ഒരാൾ ഫോണിലൂടെ സംസാരിക്കുന്നു, അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് പറയുന്നു നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ തുടർന്നുള്ള വർത്തമാനങ്ങളിൽ നിന്ന് അപ്പുറത്തുള്ള ആൾ എന്ത് പറയുന്നു എന്ന് കൂടി മനസ്സിലാക്കിക്കുന്ന മട്ടിൽ കഥ ഇങ്ങനെ വിടർന്നു വരുന്ന അസാധാരണമായ ഒരു രചനാതന്ത്രം നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ എന്ന കഥയിൽ കാണാം. മറ്റൊരു കഥയിൽ നാടകം എന്നതുപോലെ ആ നാടക രൂപത്തിൽ ഡയലോഗുകൾ, ജീനിയസ് അല്ലെങ്കിൽ പെറ്റി ബൂർഷ്വ എന്നൊക്കെയുള്ള പേരുകൾ നൽകി ഒരു തരത്തിൽ ഒരു എക്സ്പ്രഷനിസ്റ്റ് ടോണിലുള്ള ആ നാടക പ്രകൃതത്തിൽ അദ്ദേഹം കഥ എഴുതുന്നുണ്ട്. ഒരു കഥയിലാകട്ടെ, നട്ടലികളുടെ ജീവിതത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ദീർഘമായ വാക്യങ്ങളിൽ
കൊട്ടേഷനുകളില്ലാതെ, ഉദ്ധരണികളില്ലാതെ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ, സവിശേഷമായ ഒരു വിശദീകരണവും ഇല്ലാതെ ഏതാണ്ട് 10-20 പേജുകൾ നീണ്ടുപോകുന്ന ഒരൊറ്റ എഴുത്തിലൂടെ അദ്ദേഹം കഥ അവതരിപ്പിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ബോധധാര എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന പേരിലൊക്കെ പരിചിതമായ കഥന തന്ത്രം മലയാളത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന, അത് ബോധധാരയൊന്നുമല്ല, അതിന്റെ ഒരു രചനാ രീതി മാത്രം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രൂപപരമായ പരീക്ഷണം. എന്തുകൊണ്ട് രൂപത്തിലേക്ക് കൂടുതൽ കടക്കേണ്ടി വന്നു? രൂപത്തിലേക്ക് കൂടുതൽ കടക്കേണ്ടി വരുന്നത് ഈ രൂപം എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു ആവിഷ്കരണ സ്ഥലമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. അതിനെ പൊളിച്ചുകൊണ്ടല്ലാതെ പുതിയൊരു അനുഭവത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്ന് രൂപത്തെക്കുറിച്ചുള്ള ആലോചനകളിൽ പറയുന്നുണ്ട്. ഇപ്പൊ ലൂക്കാച്ച് തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി ഏറ്റവും ആഴത്തിൽ പതിയുക രൂപത്തിലാണ്, പിന്നെയാണ് പ്രമേയത്തിൽ വരിക. ഏറ്റവും ആഴത്തിൽ ഇൻഹറന്റ്ലി പൊളിറ്റിക്കലായിരിക്കുന്ന, ഹിസ്റ്റോറിക്കലായിരിക്കുന്നത് കലയിലെ രൂപമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രൂപത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഭാവഗീതാത്മകമായ പത്മനാഭനിലും ഒരളവ് എം ടി വാസുദേവൻ നായരിലും ഒക്കെ നവോത്ഥാന ഭാവനയിൽ നിന്നുള്ള വഴിത്തിരിവിന്റെ സന്ദർഭത്തിൽ ഭാവഗീതാത്മകമായ ആ പ്രകൃതത്തെ നിരാകരിച്ചുകൊണ്ടും നിരവധി വിജ്ഞാന മേഖലകളിലേക്ക് പല പല സൂചനകൾ കൊരുത്തു ചേർത്തുകൊണ്ടും ബഹുസ്വരമായ ഒരു ഭാവം രൂപപ്പെടുത്തിക്കൊണ്ടും, എന്നാലും ബഹുസ്വരമായ ഒരു ഭാവം രൂപപ്പെടുത്തിക്കൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ കഥ വികസിച്ചു വന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഇപ്പൊ പാരമ്പര്യ വിമർശനം, വണ്ടി ലേറ്റ് ആണെന്നാണ് സേവ പറഞ്ഞത്, അതുകൊണ്ട് 10 മിനിറ്റ് കൂടി പറയാം. ബഹുസ്വരമായ ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നവോത്ഥാന ഭാവനയിൽ നിന്ന് മോഡേണിസത്തിലേക്കുള്ള ഷിഫ്റ്റിന്റെ കോണ്ടെക്സ്റ്റിൽ മലയാള കഥയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രവണത ലോകത്തിലേക്ക് നോക്കുന്നതിന് പകരം തന്നിലേക്ക് നോക്കുക, തൻ്റെ ഉള്ളിലേക്ക് നോക്കുക. അത് തെറ്റൊന്നുമല്ല കേട്ടോ, കാരണം ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു വഴി ഉള്ളിലേക്ക് നോക്കലാണ്. അതും ഞാൻ കേസരിയെ പിന്നെ ഉദ്ധരിക്കുന്നതിൽ ക്ഷമിക്കണം. കേസരി വാസ്തവത്തിൽ മലയാളത്തിൽ മനസ്സിലാക്കപ്പെടാതെ പോയ ഒരാളാണ്. വിജയമാഷ് പറയുന്നുണ്ട്, കേസരിയെ നമ്മൾ വലിയ തോതിൽ ആദരിക്കുകയും അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്ന്. അതുകൊണ്ട് ഈ പേരെല്ലാവർക്കും അറിയാം, മൂപ്പര് എന്താ പറഞ്ഞത് എന്നത്. അത് പിന്നെ ആളുകളുടെ മാത്രം കുഴപ്പമില്ല, കാലത്തേക്കാൾ ഒരുപാട് മുമ്പിൽ കയറിയാണ് മൂപ്പര് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് ഒപ്പമെത്താൻ പറ്റുമായിരുന്നില്ല. ഇപ്പൊ ഞാനൊരു കൗതുകം പറഞ്ഞാൽ, 1930കളിലും 40കളിലും ചിത്രകലയെ കുറിച്ച് കേസരി എഴുതിയ പുസ്തകമാണ് 80കളുടെ അവസാനം നവീന ചിത്രകല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. ഇന്നിപ്പോ 2025 നിങ്ങൾ ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ ഒരു 95% മലയാളികളെ സംബന്ധിച്ചും ആ പുസ്തകത്തിലെ ആശയങ്ങൾ ഇപ്പോഴും പുതിയതായിരിക്കും. എഴുതിയിട്ട് 100 കൊല്ലമാറായി. അതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ചിത്രകലയെ കുറിച്ച് നമുക്ക് അത്ര കുറച്ചേ അറിഞ്ഞുകൂടും എന്നതും അതിനൊരു കാരണമാണ്. പക്ഷെ ഈ മൗലികമായ ഉൾക്കാഴ്ചകളുണ്ട്. കേസരി അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രമാണം എന്താകണം എന്നതിനെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ നോട്ട്സിൽ. അതിൽ അദ്ദേഹം പറയുന്നത്, മാർസൽ പ്രൂസ്റ്റിന്റെ നോവലിന്റെ ഒരു വരിയാണ് അദ്ദേഹം എടുത്തു ചേർക്കുന്നത്. മാർസൽ പ്രൂസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ്, ഭൂതകാല സ്മരണകൾ, ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എന്ന പേരിലുള്ള ആ ഗംഭീരമായ കൃതി എഴുതിയ ആളാണ്. മോഡേണിസത്തിന്റെ ഒരു ഉജ്ജ്വല മാതൃകയാണ്. അതിലൊരു സ്ഥലത്ത് സ്വാൻസ്വേയില് ഒരു വരി ഇങ്ങനെയുണ്ട്. അതിന്റെ ആശയം ഇതാണ്: ഒരു കാലഘട്ടത്തെ ഒരാളെ ശരിയായി മനസ്സിലാക്കാൻ അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തെ മനസ്സിലാക്കണം എന്ന് നാം തെറ്റായി ധരിച്ചു പോരുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു കാലഘട്ടത്തെ ശരിയായി മനസ്സിലാക്കാൻ ഒരാളുടെ അന്തരാത്മാവിലേക്ക് ചുഴിഞ്ഞു നോക്കുകയാണ് വേണ്ടത്. ഈ ഒരു നിരീക്ഷണം, അതായത് ഒരു വ്യക്തിയുടെ അന്തരാത്മാവ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥലമല്ല. ഒരു വ്യക്തിയുടെ അന്തരാത്മാവ് എന്ന് പറയുന്നത് സാമൂഹികവും ചരിത്രപരവുമായ വൈരുദ്ധ്യങ്ങളുടെ ഒരു പടക്കളമാണ്. ആ പടക്കളത്തെ കണ്ടാൽ നിങ്ങൾക്ക് ആ കാലത്തിന്റെ സംഘർഷങ്ങളെ മുഴുവൻ കാണാൻ കഴിയും എന്നുകൂടിയാണ് ഇതിനർത്ഥം. ഏതാണ്ട് ആ നിലയിലാണ് ഉള്ളിലേക്കുള്ളൊരു നോട്ടം.
അത് സമൂഹത്തെ നോക്കുന്ന മറ്റൊരു രീതി കൂടിയായിട്ട് ഉള്ളിലേക്കുള്ള ഒരു നോട്ടം 1950കളിലൊക്കെ മലയാള കഥയുടെ മണ്ഡലത്തിൽ ശക്താവുന്നത് MT യും പത്മനാഭനും അതുപോലെ മാധവിക്കുട്ടിയും ഒക്കെ അങ്ങനെ ഉള്ളിലേക്ക് നോക്കുകയും പത്മനാഭനെ പോലെയുള്ള എഴുത്തുകാരിലൊക്കെ അത് ഭാവഗാനാത്മകമായ ഒരു കാൽപ്പനികവും ഭാവഗാനാത്മകവുമായ ഒരു പ്രകൃതം, കാൽപ്പനികമായ ഒരു അന്യത്വം ഒക്കെ രൂപപ്പെടുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ കാൽപ്പനികമായ കാൽപ്പനികമായ ഒരു ഭാവഗീത സ്വഭാവത്തെ കഥയിൽ നിന്ന് അങ്ങേയറ്റമാട്ടി പുറത്താക്കി പരുഷവും ദൃഢവും കർക്കശവുമായ ഒരു തരം ഭാഷയിലും രൂപ സംവിധാനത്തിലും പുതിയൊരു കാലത്തിന്റെ യുക്തിയെ പട്ടത്തുകള ആവിഷ്കരിച്ചത്. ഒരുപക്ഷെ നമ്മുടെ കഥയിൽ നിന്ന് കാൽപ്പനികമായ എല്ലാ അടയാളങ്ങളെയും ഏറ്റവും ആദ്യം പുറത്താക്കുന്ന ഒരു കഥാകൃത്ത് എന്നുകൂടി നമുക്ക് പട്ടത്തുകളയെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ ആദ്യകാല കഥകൾ മുതല് ഈ പാരുഷ്യം അതുകൊണ്ട് തന്നെ വായനാ സൂക്ഷമതയുള്ള ആളുകളെ പെട്ടെന്ന് രസിപ്പിക്കുന്ന കഥകളൊന്നുമല്ല. നല്ല അത്യധ്വാനം ചെയ്ത് വായിക്കേണ്ടതും അനുശീലനത്തിലൂടെ മാത്രം നമുക്ക് കൈവരുന്നതുമായ ഒരു അനുഭവ മണ്ഡലമാണ് പട്ടത്തുള്ളയുടെ കഥകളിലുള്ളത്. ഒപ്പം തന്നെ കഥ മാത്രമായിട്ടല്ല, ആ കാലത്തിന്റെ സാമൂഹ്യ വൈജ്ഞാനിക ചരിത്രത്തോട് പല നിലകളിൽ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരാഖ്യാന രീതിയും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അന്ന് പാരമ്പര്യ വിമർശനത്തിന്റെ വലിയ ലോകം, ഗാന്ധിയെയും നെഹ്റുവിനെയും അതുപോലെ തന്നെ സ്റ്റാലിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരു രചനാ ലോകവും അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വരാനിരിക്കുന്ന മോഡേണിസ്റ്റ് ഭാവുകത്വത്തെ മുൻകൂറായി പ്രദർശിപ്പിച്ചുകൊണ്ടും മോഡേണിസത്തെ തന്നെ രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കത്തിലേക്ക് വികസിപ്പിച്ചുകൊണ്ടും രൂപപരവും ഭാവുകത്വപരവുമായ വലിയ നവീകരണങ്ങൾക്ക് വഴി തുറന്നുകൊണ്ടുമാണ് പട്ടത്തുള്ളയുടെ കഥാലോകം മലയാള കഥയുടെ ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം ആർജിക്കുന്നത്. നിശ്ചയമായും വിമർശനങ്ങളൊക്കെ അതിൽ ഇനിയും പോസിബിൾ ആണ്. ആ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഭാവുകത്വത്തെ ചരിത്രപരമായ ഒരു അനുഭവ സ്ഥാനമായി നോക്കി കാണുക എന്നത് ഈ കഥകളെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. അതിനുള്ള ഒരു പ്രേരണയായി അദ്ദേഹത്തിന്റെ കഥാലോകത്തെ മുൻനിർത്തിയുള്ള ഈ ആലോചനയും ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളും ആലോചനകളും മാറിത്തീരട്ടെ. അതുവഴി നമ്മുടെ തന്നെ സൗന്ദര്യാത്മക ബോധത്തിന് കുറെ കൂടി ചരിത്രപരവും കുറെ കൂടി സാമൂഹികവും ആയ രാഷ്ട്രീയവുമായ ഉള്ളടക്കം കൈവരട്ടെ എന്ന ആഗ്രഹം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് ഔപചാരികമായി തുടക്കം കുറിയിക്കുന്ന അറിയിക്കുന്നു. നിങ്ങൾക്ക്